ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിലാകുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും എന്നെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ എന്നെക്കുറിച്ച് കൂടുതലധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എൻ്റെ ജീവിതത്തിൽ പറഞ്ഞത് വളരെ രത്നചുരുക്കത്തിൽ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പലർക്കും അറിയാവുന്നതുപോലെ, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി വീണ്ടും പറയുകയാണ്, ഞാനൊരു അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെ ആരും അങ്ങനെ വന്ന് സുവിശേഷം പറയുക, ട്രാക്റ്റ് കൊടുക്കുക, അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല, ചെയ്യാൻ മുതിരത്തുമില്ല. അങ്ങനെയുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. ഞങ്ങളുടെ തറവാട്ടിലൊന്നും അങ്ങനെയൊന്നും ആരും കയറി വരാൻ ധൈര്യപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സുവിശേഷം അങ്ങനെയൊന്നും കേട്ട ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷിക്കപ്പെടുവാൻ ദൈവം മാനുഷികമായ ഒരു മുഖാന്തരങ്ങളും ഒരുക്കിയില്ല. കാരണം ദൈവത്തിനറിയാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ദൈവം എന്നെ രക്ഷിച്ചത് ബൈബിളിലൂടെയാണ്. അത് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിനറിയാൻ ഇവൻ ഒരു പ്രസംഗകനാകും. അതുകൊണ്ട് തന്നെ വചനത്തിന്റെ ശക്തി അവൻ ആദ്യമേ രുചിച്ചറിയണം. എൻ്റെ അച്ഛൻ രാവിലെ പ്രഭാത സവാരിക്കായിട്ട് മാർവേനസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കാൻ പോയപ്പോൾ ഒരു വ്യക്തി വന്ന് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു ചെറിയ ഒരു പെട്ടി, ഒരു സ്വീറ്റ് ബോക്സ് പോലെ, നല്ലൊരു ഗിഫ്റ്റ് ബോക്സ് പോലെ ഒരു സാധനം കൊടുത്തു. അത് അച്ഛൻ വന്ന് എനിക്ക് തന്നു. ചെറിയ പെട്ടിയായിരുന്നു. ഞാൻ വിചാരിച്ച് വല്ല ലഡുവോ ജിലേബിയോ വല്ല ആയിരിക്കും, ചെറിയ മധുര പലഹാരങ്ങൾ. അതിന് തുറന്നു നോക്കിയപ്പോൾ ബൈബിൾ. ഞാൻ പറഞ്ഞു ഇതെനിക്ക് ആവശ്യമില്ല, ഞാൻ എടുത്തെറിഞ്ഞു. ആ സംഭവം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് മാറിയപ്പോൾ ആ ബൈബിൾ എൻ്റെ റൂമിൽ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ കോളേജ് കാലത്താണ് ഞാൻ ആ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങുന്നതും. ബൈബിൾ എടുത്ത് വായിക്കുക എന്ന് പറയുമ്പോൾ ബൈബിളിനെ കുറിച്ച് വല്ല വിവരവും വേണം. ഒരു വിവരവും ഇല്ല. ബൈബിളിൽ എത്ര സുവിശേഷം ഉണ്ടെന്നോ ബൈബിളിൽ 2 നിയമം ഉണ്ടെന്നോ പോലും എനിക്ക് അറിഞ്ഞൂടാ, അല്ലേ? സാധാരണ അത്രയെങ്കിലുമൊക്കെ പലർക്കൊക്കെ അറിയാം. എനിക്ക് അതുപോലും അറിയാത്തൊരു കാലത്ത്, എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ഞാനതെടുത്ത് വായിക്കാനിടയായത്. അപ്പോൾ വായിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അങ്ങ് വായിച്ചങ്ങ് തുടങ്ങിയെന്ന്. വായിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ഈ പേജൊക്കെ മറിച്ച് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ഈ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് എന്തുണ്ട്? ഒരു ബ്ലാങ്ക് ഒരു പേജുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇതിലൊന്നുമില്ല. അതെൻ്റെ കണ്ണിൽ പെട്ടുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് എന്തുവാന്ന് പറഞ്ഞ് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ വായിക്കാനിടയായി. അതൊരു ചെറിയൊരു ഇംഗ്ലീഷ് KJV ബൈബിളായിരുന്നു. അതിനകത്ത് ഈ എക്സ്പ്ലനേറ്ററി നോട്ട്സോ ഒന്നുമില്ല, സാധാ ഒരു ബൈബിൾ. എന്തായാലും ആ ഒരു ആഴ്ച കൊണ്ട് ഞാൻ ആ 4 സുവിശേഷങ്ങളും വായിക്കാനിടയായി. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു ബോധ്യം വന്നു. ഞാൻ ഈ പുസ്തകം വായിക്കുന്നുണ്ടെങ്കിലും ഇത് വെറും ഒരു പുസ്തക പാരായണമല്ല. ഈ പുസ്തകത്തിലൂടെ ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു, ഒരു സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട്. ചുമ്മാ ഒരു പുസ്തകം വായിച്ചു, പുസ്തകത്തിലെ ചിന്തകൾ കൊള്ളാം, എന്നാൽ പിന്നെ അതിനെ അങ്ങ് പിന്തുടരാം, അങ്ങനെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തതല്ല. ഈ പുസ്തകത്തിലൂടെ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. ആ വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു. അങ്ങനെയാണ് ഞാൻ കർത്താവിലേക്ക് കടന്നു വരുന്നത്. അത് കഴിഞ്ഞ് 3 വർഷത്തേക്ക് പിന്നെ ഞാൻ ഒരു വിശ്വാസിയും കണ്ടിട്ടില്ല. ഞാൻ കുറേയൊക്കെ നോക്കി. ഞാൻ കോളേജിലൊക്കെ പോയിട്ട് പല ചെറിയന്മാരോടും തോമസ്മാരോടും വർഗീസുമാരോടും ഒക്കെ സംസാരിച്ചു. അവർക്കൊന്നും അറിഞ്ഞില്ല. അവരും ഈ പറഞ്ഞ പോലെ സാമുദായിക പൗരസ്ത്യ പാരമ്പര്യ സഭകളിൽ നിന്ന് കടന്നു വരുന്നവരാണ്. അവർ പറഞ്ഞിട്ട് ബൈബിളിലെ ചവിട്ടൊന്നും നമ്മളോട് ചോദിക്കരുത്. നിനക്ക് ഞാൻ കോൺസ്റ്റന്റീൻ രാജാവിനെ കുറിച്ച് വല്ലതും പറഞ്ഞുതരാം, അല്ലാതെ ഇതൊന്നും നമ്മുടെ അടുത്തൊന്നും ചോദിക്കരുത്. നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? അപ്പോൾ പിന്നെ ആ പരിപാടി ഞാനങ്ങ് നിർത്തി. 3 വർഷത്തിന് ശേഷമാണ് ഞാനൊരു വിശ്വാസിയെ കണ്ടുമുട്ടുന്നതും നമ്മുടെ ഈ സഭയിൽ കടന്നു വരുന്നതും സ്നാനപ്പെടുന്നതും ഒക്കെ. അത് പിന്നീടുള്ള കഥയാണ്. എന്തായാലും ഞാൻ രക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഈ 3 വർഷത്തിനിടെ ഞാൻ എന്ത് ചെയ്തു? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. പക്ഷെ ആ ബൈബിളിലൂടെ എന്ത് സംഭവിച്ചു? ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടി. പിന്നീടാണ് ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങുന്നത്. ഞാൻ കുറച്ചു കാലം IT വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 കൊല്ലത്തിൽ കൂടുതലായി. അതിനിടയിൽ കുറച്ചു കാലം ഞാൻ വിദേശത്തായിരുന്നു. അവിടെ ശുശ്രൂഷ തന്നെയായിരുന്നു, അല്ലാതെ ശുശ്രൂഷ ഇല്ലാതല്ല അവിടെ പോയത്. അവിടെ ശുശ്രൂഷ തന്നെയായിരുന്നു. അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും തീരെ വയ്യാതായതുകൊണ്ട് ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വരികയും, അന്ന് പോയപ്പോഴേ അറിയാം ഇന്ത്യയിലാണ് എൻ്റെ വിളി എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമീണ ശുശ്രൂഷകന്മാരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ദൗത്യം. ശരി, അപ്പോൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് 3 കാര്യം, നിങ്ങൾക്ക് പ്രയോജനകരമായ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ എൻ്റെ ആമുഖം അവസാനിച്ച് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സാക്ഷ്യം എന്നെ എപ്പോഴും പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വചനമാകുന്നു.
വചനം വിട്ടേച്ചൊരു കളിയുമില്ല. ദൈവവചനത്തിനാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രാധാന്യം ക്രിസ്തീയ ജീവിതത്തിൽ. അവിടെ നിന്നാണ് എല്ലാ വളർച്ചയും ഉണ്ടാകുന്നത്. ഇന്ന് ചിലരൊക്കെ ചില മീറ്റിങ്ങിൽ പോയിട്ട് പറയും ഭയങ്കര രോമാഞ്ചമായിരുന്നു എന്ന് പറയും. പക്ഷേ വളർച്ചയൊന്നുമില്ല. അത് 3 ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന വെറും വികാരമാണ്. വികാരമല്ല, വചനമാണ് നമ്മൾ ആഴമായിട്ട് അറിയേണ്ടത്. വചനം അറിഞ്ഞതുകൊണ്ടാണ് ഞാനൊക്കെ പിടിച്ചു നിന്നത്. പിന്നീടുള്ള കഥകളിൽ ഒരുപാട് പീഡയും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നു. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, 22 കൊല്ലമായി ഇത് സംഭവിച്ചിട്ട്. 22 കൊല്ലം മുമ്പ് ഞാൻ ബൈബിൾ വായിച്ച കാര്യം ഇപ്പോൾ പറഞ്ഞത്. 22 കൊല്ലത്തിനിടയിൽ എന്നെ സഹായിക്കാൻ എൻ്റെ എനിക്ക് ആത്മീയ പിതാക്കന്മാരൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും എന്നെ ഉന്തിത്തള്ളിയത് കൊണ്ടും ഒന്നുമല്ല ഞാൻ ഇതുവരെ പിടിച്ചു നിന്നത്. എന്തുകൊണ്ടാണ് പിടിച്ചു നിന്നത്? ഈ വചനമാണ് എൻ്റെ വേര്. ഈ വചനം മതി. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് കാലഘട്ടങ്ങൾ, ഈ അമേരിക്കയിൽ ഞാൻ പോയ സമയത്ത് ഒട്ടും മലയാളികളില്ലാത്ത ഒരു ജീവിതമായിരുന്നു. മലയാളികളെ കാണാൻ പിന്നെ പ്ലെയിൻ പിടിച്ചെടുത്ത് പോകേണ്ടി വന്നു. മലയാളികളില്ലാത്ത വെള്ളക്കാരുടെ സഭകളിലാണ് ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഏകാന്തതയുണ്ട്, ഒറ്റപ്പെടലുണ്ട്. പക്ഷെ പിടിച്ചു നിൽക്കുവാൻ ദൈവവചനത്തിന്റെ സഹായമുണ്ട്. അതുകൊണ്ട് വചനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. ദൈവവചനം പഠിക്കണം, ദൈവവചനം അറിയണം, ദൈവവചനത്തിലെ സത്യങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ഇനി രണ്ടാമതായിട്ട് വചനം പഠിക്കുക എന്ന് പറയുമ്പോൾ ചിലരുടെയൊക്കെ ചിന്ത പുറകെ അങ്ങോട്ട് കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മളൊരു പണ്ഡിതനാകണമെന്നുള്ളതാണ്. അല്ല, എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, വചനം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായിട്ട് വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ അറിവ് വർദ്ധിപ്പിക്കുന്നതിനപ്പുറത്താണ് വചനത്തിലൂടെ യേശു ക്രിസ്തുവിനെ കാണണം. വ്യക്തിപരമായി യേശുവുമായിട്ട് ബന്ധപ്പെടണം. അതിനുമാണ് വചന പഠനം. അല്ലാതെ ഞാൻ ഫിസിക്സ് പഠിക്കുന്ന പോലെ, കെമിസ്ട്രി പഠിക്കുന്ന പോലെ, എക്കണോമിക്സ് പഠിക്കുന്ന പോലെ അല്ല. അല്ലേ? ഞാൻ വചനം പഠിക്കുന്നത് ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുവാൻ വേണ്ടിയിട്ട്. കർത്താവിനെ ഞാൻ കാണണം, അപ്പോഴേ എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം കടന്നു വരികയുള്ളൂ. അല്ലെ? നമ്മളിപ്പോൾ ആ വാക്യം എടുക്കണ്ട. 1 തിമോത്തി 3:16 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവഭക്തിയുടെ മർമ്മം വലുത്. എന്താണ്? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവഭക്തിയുടെ മർമ്മം ഒരു തത്വമല്ല, ഒരു ഒരു അറിവല്ല. ദൈവഭക്തിയുടെ മർമ്മം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ അറിയാമെങ്കിലേ ഗുണമുള്ളൂ. ബൈബിൾ അറിഞ്ഞിട്ടും കാര്യമില്ല, വ്യക്തിയെ അറിയണം. അല്ലേ? അതുകൊണ്ട് വ്യക്തിയെ കാണണം. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷയുടെ രത്നചുരുക്കമായ കൊലോസ്യ ലേഖനം 1 അവസാനം പറഞ്ഞിരിക്കുകയാണ്, അവനെ ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അല്ലാതെ സുവിശേഷം ഞങ്ങൾ പ്രസ്താവിക്കുന്നു, ദൈവശാസ്ത്രം ഞങ്ങൾ പ്രസ്താവിക്കുന്നു അല്ലല്ല. ഒരു തത്വമല്ല, ഒരു എന്തെങ്കിലും കുറെ മാനുഷിക ബുദ്ധിയിലുള്ള അറിവല്ല ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഒരു വ്യക്തിയെ ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ആ വ്യക്തിയെ വ്യക്തിപരമായി അറിഞ്ഞാലേ രക്ഷ കടന്നു വരത്തുള്ളൂ, ക്രിസ്തീയ ജീവിതത്തിൽ വളരുവാൻ കഴിയത്തുള്ളൂ. വചനം അടിസ്ഥാനമാണ്. പക്ഷെ വചനത്തിലൂടെ ക്രിസ്തുവിനെ കാണണം. ഇനി മൂന്നാമതായിട്ട് ഈ ക്രിസ്തുവിനെ കാണുമ്പോൾ എന്ത് സംഭവിക്കണം? രൂപാന്തരം കടന്നു വരണമെങ്കിൽ എന്ത് വരണം? മാനസാന്തരം ഉളവാക്കുന്ന വിശ്വാസം വേണം. ഇതെല്ലാം എൻ്റെ സാക്ഷ്യത്തിൽ സംഭവിച്ച കാര്യമാണ്. ഞാൻ വചനം വായിച്ചപ്പോൾ യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളത്തിൽ എന്ത് വന്നു? മാനസാന്തരം ഉളവാക്കുന്ന വിശ്വാസം, റിപ്പന്റന്റ് ഫെയ്ത്ത്. ഇന്ന് വിശ്വാസം എന്ന് ഒരുപാട് പേര് സ്റ്റേജിലൊക്കെ കിടന്ന് കൂവുന്നുണ്ട്. മാനസാന്തരം ഉളവാക്കുന്ന വിശ്വാസം വളരെ വിരളമായിട്ട് കേൾക്കാം. അതായത് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന നടപ്പ് നിർത്തിയേച്ച് എൻ്റെ ദിശ മാറ്റിയേച്ചുള്ള വിശ്വാസം. ഇതങ്ങനല്ല. നമ്മൾ പോകുന്ന വഴിയിൽ കർത്താവ് കൂടെ വരണം, അന്ന് വേറെ ആളെ നോക്കണം. അത് കർത്താവെന്ന് വിളിക്കരുത്. എന്താ കർത്താവിൻ്റെ അർത്ഥം? അതുപോലെ പല ക്രിസ്ത്യാനികൾക്കും അറിഞ്ഞൂടാ. കർത്താവ് എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യുന്നവെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് മലയാള വ്യാകരണത്തിൽ ക്രിയ ചെയ്യുന്നവൻ കർത്താവ്. കർത്താവ് എന്ന് മലയാളം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്തൃത്വം ചെയ്യുന്നവനാണ് കർത്താവ്, രാജാവാണ് കർത്താവ്, യജമാനനാണ് കർത്താവ്. അപ്പോഴാണ് നമ്മൾ യജമാനെ അടുത്തോട്ട്, ഞാൻ എന്താ ഈ വഴിയൊക്കെ പോകും, നീ അനുഗ്രഹിച്ചേക്കണേ, പോണ വഴിയൊക്കെ നീ അനുഗ്രഹിച്ചേക്കണേന്ന്. അത് നടക്കില്ല. രാജാവ് ആരാണ്? അധികാരമാർക്കാണ്? കർത്തൃത്വമാർക്കാണ്? യജമാനനാരാണ്? ദൈവമാണ്. അവനോട് കീഴ്പ്പെട്ടേച്ച് അവന്റെ ഹിതത്തിൽ നടക്കുമ്പോൾ കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് വിശ്വാസം. അല്ലാതെ ഞാൻ തോന്നിയ വഴിയൊക്കെ പോകും, എനിക്ക് തോന്നിയ അനുഗ്രഹങ്ങളൊക്കെ വേണം, ഞാൻ അങ്ങോട്ട് മനസ്സിൽ ചിന്തിക്കുന്നതൊക്കെ നീ ചെയ്തു തരണം, അതല്ല ദൈവം. അത് ഭാവനയിലുള്ള ദൈവം, ഇമാജിനറി ഗോഡ്. നമ്മൾ കാൽപ്പനികമായിട്ട് ഉണ്ടാക്കി വെച്ച ഏതോ ഒരു സങ്കല്പമാണ്. ശരിയായ യേശുക്രിസ്തുവിന്റെ വഴിയിൽ നടക്കുന്ന വിശ്വാസം കാണിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം മാനസാന്തരപ്പെടണം. എൻ്റെ വഴികളിൽ ഞാൻ തിരിയണം, തിരിഞ്ഞുകൊണ്ട് എനിക്ക് വിശ്വാസം വരണം. അപ്പോൾ വചനം ധ്യാനിക്കാൻ പോകുമ്പോൾ, ഇതെല്ലാം ഇന്നത്തെ പ്രസംഗത്തിന് ഒരു ആമുഖമായിട്ട് ഞാൻ പറയുന്നതിന്റെ കാരണം ഇതാണ്. നമ്മളിപ്പോൾ വചനം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ വരണം? നമ്മൾ കർത്താവ് ഇതെനിക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഈ വചനം എന്നുള്ള ആ ഒരു പ്രാധാന്യത്തോടെ കടന്നു വരണം. രണ്ടാമത്, എന്താണ് ആത്യന്തികമായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടത്? കുറെ അറിവല്ല. എന്താണ്? ക്രിസ്തുവിനെ കാണാൻ പറ്റണം, യേശുവിനെ എനിക്ക് കാണാൻ പറ്റണം. യേശു എന്ന വ്യക്തിയുമായിട്ട് എൻ്റെ ബന്ധം വളരുവാനിടയാകണം.
മൂന്നാമതായിട്ട് അത് നിമിത്തം എന്ത് സംഭവിക്കണം? ഞാൻ മാനസാന്തരപ്പെടണം, ഞാൻ എൻ്റെ വഴികളിൽ നിന്ന് തിരിയണം, എനിക്ക് അനുതാപം കടന്നു വരണം. അങ്ങനെയുള്ളൊരു വിശ്വാസം, ഞാൻ തിരിഞ്ഞേച്ച് നിന്നിൽ ആശ്രയിക്കും കർത്താവേ. ഇത് ഇന്നത്തെ ഈ പ്രസംഗത്തിന് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിലും, നാളെ രാവിലെ നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിലും, ഇനി എപ്പോഴൊക്കെ നിങ്ങൾ വചനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഇതെൻ്റെ ഏറ്റവും പ്രധാനമേറിയ എൻ്റെ ഭക്ഷണമാണ് ഈ സാധനം. രണ്ടാമതായിട്ട് ഞാൻ ക്രിസ്തുവിനെ കാണണം. അറിവ് സമ്പാദിച്ച് ഒരു ഉപദേശം പഠിപ്പിക്കാൻ പറ്റി, പ്രസംഗിക്കാൻ പറ്റി, അതൊന്നും വളർച്ചയല്ല. ഇന്ന് അങ്ങനത്തെ ഒരുപാട്, ഞാൻ ഈ പാസ്റ്റർമാരെ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, ഒരുപാട് പേർക്ക് ഭംഗിയായിട്ട് പ്രസംഗിക്കാൻ അറിയാം. വീട്ടിലെ സ്വകാര്യ ജീവിതം, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ജീവിതം നോക്കിയാൽ വട്ടപ്പൂജ്യം. ഏതെങ്കിലും ഗ്രാമപ്രദേശത്തിലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ശുശ്രൂഷകന്റെ കാര്യം മാത്രമല്ല, അമേരിക്കയിലും ഇന്ത്യയിലും വലിയ മെഗാ ചർച്ച് നടത്തുന്ന പാസ്റ്റർമാരുടെയും സ്വകാര്യ ജീവിതം വട്ടപ്പൂജ്യം. വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കാൻ അറിയാം, കോൺഫറൻസ് വരാൻ അറിയാം, യൂട്യൂബിൽ ലൈവ് വരാൻ അറിയാം, പക്ഷേ ജീവിതം വട്ടപ്പൂജ്യം. അപ്പൊ അതെന്താ കാണിക്കുന്നത്? ഈ പുള്ളിക്ക് പ്രസംഗിക്കാൻ നന്നായിട്ട് അറിയാമല്ലോ. പ്രസംഗിക്കാൻ അറിയുന്നതല്ല വളർച്ച. കുറെ ഉപദേശമൊക്കെ പഠിച്ചത് പറയാൻ കഴിയുന്നതല്ല വളർച്ച. വളർച്ച ജീവിതത്തിലാണ്. യേശു ക്രിസ്തുവിനെ കാണണം, അതിനെ കണ്ട് രൂപാന്തരം പ്രാപിക്കണം. ശരി, ഇന്നത്തെ നമ്മുടെ വചന വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ വചനം എടുക്കണമെന്നില്ല, ഞാൻ ജസ്റ്റ് അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി 1 യോഹന്നാൻ 5 വാക്യം ഞാൻ പറയുന്നില്ല, കാരണം ആ വാക്യ പശ്ചാത്തലം നമുക്ക് ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട്. 1 യോഹന്നാൻ 5 3 സാക്ഷികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആത്മാവ്, ജലം, രക്തം. അത് ഞാൻ കടമെടുക്കുകയാണ്, അതുകൊണ്ടാണ് അത് വായിക്കേണ്ടതെന്ന് പറയുന്നത്. ഈ 3 സാക്ഷികളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 3 സാക്ഷ്യപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിൽ നമുക്ക് നിത്യജീവനുണ്ട്. ആത്മാവ്, ജലം, രക്തം. അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഈ ജലം എന്നുള്ളത് വചനത്തെ സൂചിപ്പിക്കുന്നു. അത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വിശദീകരണം നൽകാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. രക്തം, ആത്മാവ്, ജലം അല്ലെങ്കിൽ വചനം. ഇത് 3 ചുമ്മാ കുറെ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് പകരം ദൈനംദിന ജീവിതത്തിൽ നാളെ മുതൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. എന്ത് പ്രാർത്ഥിക്കണം? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഈ പഠിക്കുന്ന കാര്യം ഒരു പ്രാർത്ഥനയായിട്ട്, ഒരു സിമ്പിൾ 1 ലൈൻ പ്രാർത്ഥന. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. രക്തം. ആരെങ്കിലും വചനം വായിച്ചെന്നെ ഒന്ന് സഹായിക്കണമേ. ഒന്നാമതായിട്ട് യേശു ക്രിസ്തുവിന്റെ രക്തം. അപ്പോൾ എബ്രായ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ 13ഉം 14ഉം ആരെങ്കിലും ഒരാൾ വായിക്കാമോ? എബ്രായ ലേഖനം 9-ന്റെ 13ഉം 14ഉം. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. എല്ലാരും കേട്ടോ? ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് പോക്കി എത്ര അധികം ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം എന്നിൽ എന്തു പ്രവർത്തിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ വേദവാക്യം വായിച്ചത്. അതിന്റെ 8ഉം 9ഉം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 9-ാമത്തെ അധ്യായത്തിന്റെ 8ഉം 9ഉം. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിലുണ്ടായിരുന്ന കൂടാരം എല്ലാവർക്കും അറിയാലോ. സമാപന കൂടാരം എന്ന് പറഞ്ഞ് പഴയ നിയമത്തിൽ അവരെ ആരാധിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ടാബർനാക്കിൾ നമ്മൾ പറയും അല്ലെ, സമാപന കൂടാരം എന്ന് പറയും അല്ലെ. അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു? ആ കൂടാരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ 2 സ്ഥലങ്ങളുണ്ട് അല്ലെ, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉണ്ട്. ആ മുൻകൂടാരം നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിവിശുദ്ധ സ്ഥലത്ത് ആർക്കും കയറി ചെല്ലാൻ പറ്റത്തില്ല. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ ഭയത്തോടെ ഒന്ന് കയറിയിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരു തിരശീലയിട്ട് ഈ മുൻകൂടാരം നിൽക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവ് അന്നത്തെ കാലത്തെ യഹൂദന്മാരോട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നേ? ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ വഴി തുറന്നിട്ടില്ല മക്കളെ, വഴി തുറന്നിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ കയറി വരാൻ പറ്റത്തില്ല. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് വായിച്ചാട്ടെ. 9-ാമത്തെ. അതിനൊത്തവണ്ണം. ഏതിനൊത്തവണ്ണം? ഈ അകത്തെ അറയ്ക്കകത്ത് കയറുവാനൊത്തവണ്ണം. വായിച്ചാട്ടെ.
ആരാധനയ്ക്ക് കടന്നു വരുന്നവന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അന്നത്തെ കാലത്ത് അർപ്പിച്ചു കൊണ്ടിരുന്ന ഈ ആട്ടുകൊറ്റന്മാരെയും പശുക്കിടാക്കളുടെയും ഒക്കെ ഈ ആനിമൽ സാക്രിഫൈസസ് അല്ലെ, ഈ മൃഗങ്ങളുടെയൊക്കെ ഈ യാഗങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അകത്തെ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഒത്തവണ്ണം എന്താണ് ആരാധന ചെയ്യുവാൻ കടന്നു വരുന്നവന്റെ മനസാക്ഷിക്ക് പൂർണ്ണ സമാധാനം നൽകുവാൻ കഴിയത്തില്ല. എല്ലാവർക്കും മനസ്സിലായോ? പൂർണ്ണ സമാധാനം മനസാക്ഷിയിൽ ലഭിക്കത്തില്ല ഈ യാഗങ്ങൾ വഴി. അതുകൊണ്ട് തന്നെ അതിപരിശുദ്ധ സ്ഥലത്ത് പോയി ആരാധിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ആദ്യം വായിച്ച 13ഉം 14ഉം പറഞ്ഞിരിക്കുന്നത് ഈ മൃഗങ്ങളുടെ യാഗങ്ങൾ ജഡീക ശുദ്ധി വരുത്തുമെങ്കിലും ക്രിസ്തുവിന്റെ യാഗം എന്ത് ചെയ്യുന്നു? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷികളെ ശുദ്ധീകരിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ ആരാധനയ്ക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ നമ്മൾ കടന്നു വരുമ്പോൾ പലപ്പോഴും എന്താ പ്രശ്നം? പലർക്കും എന്താ ആരാധിക്കാൻ പറ്റാത്ത? ചിലതൊക്കെ നാണമാണ്, എന്നാൽ അതല്ല. പലപ്പോഴും നമ്മുടെ ഉള്ളത്തിലെ ബാഹ്യമായ പ്രശ്നമല്ല, വീട്ടിൽ പോലും ആരാധിക്കാൻ പറ്റുന്നില്ല. എന്താ കുഴപ്പം? മനസാക്ഷിയിൽ എന്തുണ്ട്? കുറ്റബോധമുണ്ട്. പാപത്തെ കുറിച്ചൊക്കെ മിനിഞ്ഞാന്നാ പാപം ചെയ്താണ്, ഞാനങ്ങനെ ദൈവത്തെ കുറിച്ചൊന്നും ഓർക്കാറില്ലല്ലോ അല്ലേ? പാപത്തിന്റെ ബോധ്യങ്ങൾ കടന്നു വരും. കണ്ടോ നിങ്ങള്? അപ്പോ എന്തു വേണം? ശുദ്ധീകരണം കടന്നു വരണം അല്ലെ? മനസാക്ഷിയിൽ കുറ്റബോധത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും ഒരു ശുദ്ധീകരണം കടന്നു വരണം. എന്നിട്ട് എന്ത് പ്രാപിക്കണം? ആ 2 വേദഭാഗങ്ങളിലും മനസാക്ഷിക്ക് എന്ത് നൽകപ്പെടുമെന്ന് അവിടെ പറഞ്ഞിട്ട് ഒരിടത്ത് പറഞ്ഞിരിക്കുകയാണ് ശുദ്ധീകരണം, മറ്റിടത്ത് പറഞ്ഞിരിക്കുകയാണ് പൂർണ്ണ സമാധാനം. ദൈവവുമായിട്ട് പൂർണ്ണ സമാധാനം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഒലച്ചിലുമില്ല, ഒരു എതിർപ്പുമില്ല, ഒന്നുമില്ല, ഒരു തടസ്സവുമില്ല. പൂർണ്ണ സമാധാനം കടന്നു. ദൈവമായിട്ട് പൂർണ്ണ സമാധാനം കടന്നു വന്നു കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാം അല്ലെ? അതുകൊണ്ടാണ് യേശു ക്രിസ്തു മരിച്ചപ്പോൾ ഈ 2 അറകൾ തമ്മിലുള്ള ഇടയ്ക്ക് നിന്ന് തിരശീല എന്ത് ചെയ്തു? ചീന്തി അല്ലെ? ആ തിരശീല അവിടെ നിന്നും പരിശുദ്ധാത്മ പറഞ്ഞുകൊണ്ടിരുന്നത് മക്കളെ നിങ്ങൾക്ക് അകത്ത് കയറി ആരാധിക്കാനുള്ള സമയമായിട്ടില്ല. പക്ഷെ ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുന്നതാണ് തിരശീല 2ആയി ദൈവം തന്നെ കീറി. എന്തോ അതിന്റെ അർത്ഥം? ഇനി അതിപരിശുദ്ധ സ്ഥലത്ത് നിങ്ങൾക്ക് കടന്നു വന്ന് എന്നെ ആരാധിക്കാം. നിങ്ങളുടെ മനസാക്ഷികൾക്ക് ശുദ്ധീകരണം വരുത്തുന്ന യഥാർത്ഥ യാഗം അതാ ക്രൂശിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കഴിച്ചു. അപ്പൊ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി മനസ്സിലായോ? മനസാക്ഷിയിൽ സമാധാനമുളവാക്കും. മനസാക്ഷിയിൽ സമാധാനമുളവാക്കും. ഏത് സമാധാനം? പൂർണ്ണ സമാധാനം. കുറ്റബോധം വേണ്ട, ശിക്ഷാവിധിയെ ഓർത്തുള്ള ഭയം വേണ്ട, ഭയഭീതികളില്ലാതെ സമാധാനത്തോടെ ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ കടന്നെത്തും കഴിയും. പ്രാഗൽഭ്യം ദൈവം തരും അല്ലെ? അപ്പൊ സമാധാനവും പ്രാഗൽഭ്യവും തന്ന് എല്ലാ കുറ്റബോധത്തിൽ നിന്നും ശിക്ഷാവിധിയുടെ ബോധ്യങ്ങളിൽ നിന്നും നമ്മുടെ മനസാക്ഷിയെ വിടുവിച്ച് ജീവനുള്ള ദൈവത്തെ, ആ പ്രയോഗം വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ടത്, ജീവനുള്ള ദൈവത്തെ എനിക്ക് ആരാധിക്കുവാൻ എന്നെ സഹായിക്കുന്നു. നമ്മൾ വായിച്ച ആ 14ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ? മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് ശുദ്ധീകരിക്കുക. എന്തോ ഈ നിർജീവ പ്രവൃത്തി? സൽപ്രവർത്തികൾ കേട്ടിട്ടുണ്ട്, ദുഷ്പ്രവർത്തികൾ കേട്ടിട്ടുണ്ട്, നിർജീവ പ്രവൃത്തികൾ കേട്ടിട്ടുണ്ടോ? സൽപ്രവൃത്തി എല്ലാവർക്കും അറിയാം, ദുഷ്പ്രവൃത്തി എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം ദുഷ്പ്രവൃത്തി കൂടുതൽ നമ്മളെല്ലാം ഡെയിലി ചെയ്യുന്നതായതുകൊണ്ട് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താ ഈ നിർജീവ പ്രവർത്തികൾ? എബ്രായർ 6:1 ഇതേ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വീണ്ടും ചിലപ്പോൾ അടിസ്ഥാനമൊക്കെ പാകേണ്ടി വരുമായിരിക്കും. അപ്പൊ അടിസ്ഥാന ഉപദേശം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ അറിയാവോ? നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. അപ്പൊ ആദ്യം രക്ഷിക്കപ്പെടുമ്പോ ചെയ്യേണ്ട എന്തോ ഒരു കാര്യമായിരുന്നു. നമുക്കിപ്പോഴും പറഞ്ഞിട്ട് നിർജീവ പ്രവൃത്തികളുടെ എന്തോ അതിന്റെ അർത്ഥം പോലും അടിസ്ഥാന ഉപദേശമായിട്ട് അവിടെ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുകയാണ് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം. നമ്മൾ ബൈബിൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനസ്സിന് അന്തരം വന്നു, പിന്നീട് അനുതാപം വന്നു, മുൻപേ ചിന്തിച്ചത് തെറ്റായി പോയെന്ന് ഉള്ളിൽ വീണ്ടും വിചാരം കടന്നു വന്നു. അയ്യോ, ഞാൻ പണ്ട് ചിന്തിച്ചതേ പണ്ടത്തരമായിരുന്നു. അങ്ങനെ ഒരു വീണ്ടും വിചാരം ദൈവവചനം നിമിത്തം നമ്മുടെ ഉള്ളത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? മാനസാന്തരം എന്ന് പറയും. അല്ലാതെ മീറ്റിങ്ങിന് വരാൻ തുടങ്ങി അത് മാനസാന്തരമല്ല. അത് മാനസാന്തരം ആയിരിക്കാം, അതിന് ചിലപ്പോൾ വേറെ കാല മീറ്റിങ്ങിന് വന്ന പൈസ കിട്ടും, അതിനും വരുന്നവരുണ്ട് അല്ലെ? അതല്ല മാനസാന്തരം. അപ്പൊ മാനസാന്തരം ഉള്ളിലാണ്.
എൻ്റെ മനസ്സിൽ എനിക്ക് രൂപാന്തരം വന്നിട്ട് ഞാൻ മുമ്പ് ചിന്തിച്ചത് തെറ്റാണെന്ന് എനിക്ക് ഉള്ളിൽ ബോധ്യം വന്നു. അല്ലാതെ ആരെങ്കിലും ഉന്തിത്തള്ളി സഭയെ വരുന്നതിന് മാനസാന്തരം എന്ന് പറയാൻ പറ്റത്തില്ല. ഉള്ളിൽ തന്നെ എനിക്ക് ബോധ്യം വന്നു, അയ്യോ മറ്റേത് തെറ്റായിരുന്നു, ഇത് ശരിയാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൽ എവിടെയെങ്കിലും പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ല, എൻ്റെ ഉള്ളത്തിലെ ബോധ്യമായി അത് മാറി. കൺവിക്ഷൻ ഇംഗ്ലീഷിൽ പറയും, ബോധ്യമായി ഇത് മാറി. അപ്പോൾ മനസ്സിൽ അന്തരം വരും. അപ്പൊ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിഷയങ്ങളെ കുറിച്ച് മുൻപ് ഞാൻ ചിന്തിച്ചതിൽ നിന്ന് ഞാൻ മാറണം. ബൈബിൾ എടുത്ത് പഠിച്ചാൽ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. രക്ഷിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെടേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാവോ? ഒന്ന്, വിഗ്രഹങ്ങൾ. എഹെസ്കേൽ 14:6 വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുന്നു. ഏത് വിഗ്രഹങ്ങൾ? ബാഹ്യമായ മൂർത്തികളും ബിംബങ്ങളും അന്യദൈവങ്ങളുടെ പടങ്ങളും മാത്രമല്ല, ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ. ജീവനുള്ള ദൈവത്തിന്റെ സ്ഥാനം ഹൃദയത്തിൽ എടുക്കുന്ന എന്ത് വസ്തുവും വിഗ്രഹമാണ്. അതൊരു വ്യക്തിയാവാം, ഒരു വസ്തുവാകാം, ഏത് വിഷയവുമാകാം, അത് വിഗ്രഹമാണ്. പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന 3 വിഗ്രഹങ്ങൾ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. 3 വിഗ്രഹങ്ങൾ: പണം, മാനുഷിക ബഹുമാനം, പാപത്തിന്റെ സുഖം. വാക്യങ്ങൾ എടുത്ത് ഞാൻ അതിപ്പോൾ പ്രസംഗിക്കുന്നത് കാരണം എൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് 3 കാര്യങ്ങളാണ് ഹൃദയത്തിലെ വിഗ്രഹമായിട്ട് പുതിയ നിയമത്തിൽ തന്നെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പണം, നിങ്ങൾക്ക് 2 യജമാനന്മാർ പറ്റത്തില്ല, ഒന്നെങ്കിൽ ദൈവം അല്ലെ പണം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ പണത്തെ വെറുക്കും, പണത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ വെറുക്കും. ഇത് ഇന്നത്തെ കാലത്തെ പ്രസംഗകർ പോലും സമ്മതിച്ചു തരത്തില്ല, പക്ഷേ യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണിത്. പണവും ദൈവവും കൂടെ ഒന്നിച്ചു പോകത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഭക്തി ഉള്ളിടത്ത് പണമോഹം കാണത്തില്ല, ദ്രവ്യാഗ്രഹം കാണത്തില്ല. ഇത് മാനസാന്തരപ്പെടേണ്ട ഒരു വിഗ്രഹമാണ് ഹൃദയത്തില്. രണ്ടാമതായിട്ട് യോഹന്നാൻ 12 വായിക്കുന്നുണ്ട്, മാനുഷിക ബഹുമാനം ഓർത്തുകൊണ്ട് ചിലര് ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം വേണ്ടെന്ന് വെച്ച് പഴയ പള്ളിയിൽ തന്നെ ഇരുന്നെന്ന്. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടെങ്കിലും പല യഹൂദ പ്രമാണികളും രക്ഷിക്കപ്പെട്ടെങ്കിലും പള്ളിഭ്രഷ്ടരാകുമെന്ന് വിചാരിച്ച് രഹസ്യത്തിൽ വിശ്വസിച്ചു. പള്ളിയൊന്നും വിട്ടിറങ്ങാൻ ഞങ്ങളെ പറ്റത്തില്ല. കാരണം എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മാനുഷിക ബഹുമാനം ദൈവത്തിൽ നിന്ന് വരുന്ന മാനത്തെക്കാളും വിലയേറിയതായിട്ട് എണ്ണി. ഇന്ന് പല വിശ്വാസികളും ദൈവം പറയുന്നത് പോലെ അനുസരിക്കാത്തതിന്റെ കാരണം, അയ്യോ അങ്ങനെ അനുസരിച്ചാലേ എൻ്റെ ബന്ധുക്കളും എൻ്റെ അയൽപ്പക്കാരും ഒക്കെ എന്നെ വഴക്ക് പറയും, കളിയാക്കും, വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനൊന്നും എന്നെ കിട്ടത്തില്ല. ഏതൊക്കെ നാണക്കേടാണ്. അങ്ങനെയുള്ളവൻ അനുസരിക്കത്തില്ല. അപ്പൊ അവന്റെ വിഗ്രഹം ദൈവമല്ല, അവന്റെ വിഗ്രഹം മാനുഷിക ബഹുമാനം, മാനുഷിക പ്രീതി നേടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് 1 തിമോത്തി 3 പറഞ്ഞിട്ടുണ്ട്, ദൈവപ്രിയരല്ലാതെ ഭോഗപ്രിയരായി സുഖത്തിന്റെ പ്രിയം ഉള്ളവരായി മാറി. ഇന്നും അതും നമ്മൾ കാണുന്നതല്ലേ. ലോകത്തിന്റെ സുഖം, പാപത്തിന്റെ സുഖം, സുഖലോലുപതകൾ മാത്രം മതി, ദൈവം ഒന്നും വേണ്ട. പറ്റുമെങ്കിൽ ദൈവം അതൊക്കെ തരുമെങ്കിൽ ആ ദൈവത്തെ വേണം. അല്ലാതെ ഇതൊക്കെ കളഞ്ഞേച്ചും ഞാൻ ദൈവത്തെ സേവിക്കും സ്നേഹിക്കും എന്ന് പറയുന്ന ഭക്തന്മാരില്ല. ഭക്തിയുടെ വേഷം ധരിക്കും, ശക്തിയില്ല. അപ്പോൾ ഒന്നാമതായിട്ട് മാനസാന്തരപ്പെടേണ്ടത് വിഗ്രഹങ്ങൾ, ബാഹ്യമായ വിഗ്രഹങ്ങൾ മാത്രമല്ല, അത് എല്ലാവർക്കും അറിയാവുന്നതിന് പറയേണ്ട ആവശ്യമില്ല അല്ലെ. ആത്മാവിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, അല്ലാതെ ബിംബങ്ങളും പ്രതിമകളും പടങ്ങളുടെ മുന്നിലല്ല. അത് വെറും പഴയ നിയമത്തിലെ നമ്മുടെ 10 കൽപ്പനകൾ എടുത്ത് വായിച്ചാൽ മതി, വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ മാനസാന്തരപ്പെടണം. രണ്ടാമതായിട്ട് മാനസാന്തരപ്പെടേണ്ട വിഷയമാണ് അകൃത്യങ്ങൾ. എൻ്റെ പാപങ്ങൾ ഞാൻ മാനസാന്തരപ്പെടണം. ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ എവിടൊക്കെ തെറ്റിച്ചിട്ടുണ്ടോ അതെല്ലാം ഏറ്റു പറയണം. അതെല്ലാം അയ്യോ മുൻപേ ഞാൻ ചിന്തിച്ചത് തെറ്റായിരുന്നു എന്ന് പറയണം. അത് പറയാന്നല്ല, ആരെങ്കിലും പറഞ്ഞിട്ട് പറയല്ല, ഉള്ളിൽ ബോധ്യം വരണം, അയ്യോ തെറ്റായി പോയി. മനസ്സാക്ഷിയിൽ കുത്തുവരണം ദൈവത്തിന്. മൂന്നാമതായിട്ട് മാനസാന്തരപ്പെടേണ്ടത്, അപ്പൊ വിഗ്രഹങ്ങൾ, അകൃത്യങ്ങൾ. മൂന്നാമതായിട്ട് മാനസാന്തരപ്പെടേണ്ടതാണ് ഇവിടെ വായിച്ചത്. എന്താണ്? നിർജീവ പ്രവർത്തികൾ. എന്തോ ഈ നിർജീവ പ്രവർത്തികൾ? എൻ്റെ സ്വയനീതിയിൽ ഞാൻ എന്നെ തന്നെ രക്ഷിക്കാൻ നോക്കിയ പ്രവർത്തികൾ, സ്വന്തം രക്ഷാപ്രവർത്തികൾ. അതുകൊണ്ടാണ് അതിന് എന്താ പറയാ, നിർജീവ പ്രവർത്തികൾ. ഇത് എന്ത് ഉദ്ദേശത്തിൽ ചെയ്തോ ഇതിന് ജീവനൊന്നും ഇല്ല അല്ലെ. ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ ഇത് ഈ ഉദ്ദേശത്തിന് വേണ്ടി ചെയ്തു, പക്ഷെ ആ ഉദ്ദേശം അത് കൈവരിക്കുന്നില്ലെങ്കിൽ ഇത് നിർജീവ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ അതിനെ നിർജീവ പ്രവൃത്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സൽപ്രവൃത്തിയാവാം, ദുഷ്പ്രവൃത്തിയാവാം, എന്ത് പ്രവൃത്തിയാണേലും ഞാൻ എന്നെ തന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ തന്നെ എൻ്റെ സ്വയത്തിൽ, എൻ്റെ ജഡത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിർജീവ പ്രവൃത്തികളാണ്. അത് രക്ഷ ഉളവാക്കത്തില്ല. അതിൽ നിന്നും ഞാൻ മാനസാന്തരപ്പെടണം. ലളിതമായ ഭാഷയെ പറഞ്ഞാൽ, രക്ഷിക്കപ്പെടുമ്പോൾ പാപം മാത്രം മാനസാന്തരപ്പെട്ടാൽ പോരാ, നിങ്ങളുടെ സ്വയനീതിയും നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങളുടെ മതപരമായ ഭക്തിയും നിങ്ങൾ മാനസാന്തരപ്പെടണം. കാരണം നമ്മളെന്തോ ചിന്തിച്ച് എൻ്റെ ഭക്തിയൊക്കെ വെച്ച് എനിക്ക് അങ്ങ് കയറി ചെല്ലാമെന്ന്. അതും ആ സ്വയനീതിയും മാനസാന്തരപ്പെടണം. അതിൽ നിന്ന് നിങ്ങളെ പോക്കുവാൻ ശക്തിയുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ നിർജീവ പ്രവർത്തികൾ
മതപരമായ ഭക്തിയുടെ പ്രവർത്തികൾ മാത്രമല്ല, ഒരു ദൈവവും ഇല്ലെന്നും പറഞ്ഞ് നിരീശ്വരവാദത്തിൽ നടക്കുന്ന വ്യക്തികളും സ്വയരക്ഷാ പദ്ധതികളൊക്കെ ഉണ്ടാവും അല്ലെ. ദൈവമില്ല എന്നുള്ള ഉള്ളിലെ ശൂന്യത നിറയ്ക്കാൻ ലൗകികമായ പല പരിപാടികളും അവർ ചെയ്യുന്നു അല്ലെ. ഉള്ളിൽ ഭയങ്കര ശൂന്യത, ഉള്ളിൽ ഭയങ്കര ഒരു പാപം നിമിത്തം ഉണ്ടായ അനന്തര ഫലങ്ങളാണ്. പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല. പാപം കൊണ്ട് അവർ പാപിയായോണ്ടാണ്. അവർക്കുള്ളിൽ ഭയം വരുന്നുണ്ട്, അവർക്കുള്ളിൽ അപമാനം വരുന്നുണ്ട്. ഇതെല്ലാം മറികടക്കാൻ വേണ്ടി ലൗകികമായ പല പരിപാടികളും അവർ ചെയ്യും. നമുക്ക് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നല്ലൊരു സ്ഥാനത്തെത്താം, അപ്പോൾ ആളുകളൊക്കെ നമ്മളെക്കുറിച്ച് നല്ലത് പറയും അല്ലേ. ഈ ലോകം പഠിപ്പിക്കുന്ന എല്ലാം അതങ്ങനെയല്ലേ. നല്ലപോലെ കാശുകളാകണം, സമ്പന്നനാകണം, സുന്ദരനാകണം, ഇങ്ങനെ ഇതും രക്ഷാപ്രവർത്തികൾ, ഇതും നിർജീവ പ്രവർത്തികളാണ്. കാരണം എന്താ? ദൈവവുമായിട്ട് അകന്നിരിക്കുന്ന മനുഷ്യനുള്ള ശൂന്യത മറികടക്കാൻ വേണ്ടി ചെയ്യുന്ന രക്ഷാപ്രവർത്തികൾ തന്നെ. അത് മതപരമായി ചെയ്യുന്ന നിർജീവ പ്രവൃത്തികൾ പോലെ തന്നെ ഒരു ഗുണവുമില്ലാത്തത്. അതുകൊണ്ട് ഇത് മതപരമായ ആൾക്കാർക്ക് മാത്രം മാനസാന്തരപ്പെടാനുള്ളതല്ല. എല്ലാ വ്യക്തികളും സ്വമേധ രക്ഷിക്കപ്പെടുവാൻ നോക്കിക്കൊണ്ടിരിക്കും. ആർക്കും ദാനമായി ക്രിസ്തുയേശുവിലുള്ള രക്ഷ വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് നേടിയെടുക്കാം അല്ലെ. നമുക്ക് എത്ര പേർക്ക് പിച്ചക്കാരാവാൻ ആഗ്രഹമുണ്ട്? ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? രാവിലെ അടുത്ത പ്രാവശ്യം സാക്ഷ്യം വരുമ്പോൾ എനിക്കൊരു ജോലി കിട്ടി ബ്രദറെ, ഞാൻ പിച്ചക്കാരനായി. അയ്യേ, എന്നാൽ ദൈവം പറയുന്നതാണ് നീ ഒരു പിച്ചക്കാരനെ പോലെ കടന്നു വരണം. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അവിടെ ആ ദരിദ്രം എന്നുള്ള വാക്ക് എന്താണെന്നറിയാമോ? യവന ഭാഷയെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഈ പിച്ചയ്ക്ക് വേണ്ടി കുനിയുന്ന ആ ഭാഷയാണ് ഉപയോഗിച്ചത്. ക്രിഞ്ച് എന്ന് പറയും. ഇന്ന് ക്രിഞ്ച് വേറൊരു അർത്ഥത്തിലാണ് യവനക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷെ ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളെ ഈ എന്താ പറയാ, ഈ യാചനയ്ക്ക് പോകുന്നവരെ കണ്ടിട്ടില്ല, അവരിങ്ങനെ കുനിയത്തില്ല. ആ ആത്മാവിൽ അങ്ങനെ കുനിയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്കല്ലോ ദൈവരാജ്യമുള്ളത്. കർത്താവേ, എന്നെ കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല, എന്റെ ജീവിതം എനിക്ക് നേരെയാക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് യാചിക്കുന്നവർക്കാണ് രക്ഷ. പറഞ്ഞോ? അപ്പൊ നിർജീവ പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? നമുക്ക് കർത്താവുമായിട്ട് ദൈവവുമായിട്ട് അടുക്കുമ്പോൾ പൂർണ്ണ സമാധാനം നൽകുവാൻ, ജീവനുള്ള ദൈവത്തെ അടുത്ത് ചെന്ന് ആരാധിക്കുവാൻ നമുക്ക് സമാധാനവും പ്രാഗൽഭ്യവും, പീസ് ആൻഡ് കോൺഫിഡൻസ് രണ്ടും നൽകുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ രക്തമാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രാർത്ഥിക്കാം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം കുറെ തത്വമായിട്ടൊക്കെ പോയി. ഇതെങ്ങനെ പാലിക്കാൻ പറ്റും? രാവിലെ എഴുന്നേറ്റ പ്രാർത്ഥനാശീലം ഉള്ളവർ അതാദ്യം തുടങ്ങണം. അങ്ങനെ പ്രാർത്ഥിക്കും. ആദ്യം ഇത് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകിയാട്ടെ. പ്രാർത്ഥിക്കാം. രാവിലെ എഴുന്നേറ്റ് ഈ അർത്ഥത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഉള്ളിൽ പാപത്തിന്റെ കറകളൊക്കെ ഉണ്ട്, ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളുണ്ട്. ഇതും വെച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് പ്രാഗൽഭ്യം കാണത്തില്ല അല്ലെ. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് മടിയായിരിക്കും. എങ്ങനെയാ ദൈവത്തോട് അതൊക്കെ ചോദിക്കുന്നത് അല്ലെ? പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ സമാധാനത്തോടെ ദൈവത്തിനോട് അടുത്ത് ചെന്ന് അവന്റെ ആ സാന്നിധ്യവും സൗഹൃദവും ഒക്കെ സന്തോഷത്തോടെ എൻജോയ് ചെയ്യണമെങ്കിൽ, ആ ഒരു കൂട്ടായ്മ സന്തോഷത്തോടെ നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ മനസാക്ഷി കഴുകപ്പെടണം. അപ്പൊ അതിനെന്ത് വേണം? ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ദാനമാണ് ക്രിസ്തുയേശുവിന്റെ രക്തം. അപ്പോൾ കർത്താവേ, എന്നെ രക്തത്താൽ കഴുകിയാട്ടെ. ഒരു ദിവസത്തിന്റെ ഏത് സമയത്തും അവന്റെ സന്നിധി കടന്നു ചെല്ലാനുള്ള സമാധാനവും പ്രാഗൽഭ്യവും ഉണ്ടായിരിക്കും. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബ്രദർ വൈകുന്നേരം മീറ്റിംഗ് കൊണ്ട് പ്രാർത്ഥിക്കാവോ? പറ്റത്തില്ല. 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നേ പറ്റുമായിരുന്നു. അതെന്താ? ഇന്ന് കുറെ പാപം ചെയ്തിട്ടിരിക്കുക, ഇതെല്ലാം കൂടെ വെച്ചോണ്ട് പ്രാർത്ഥിക്കാൻ അങ്ങനെ പോകും അല്ലെ. എന്താ ഒരു സഭയിൽ പ്രയർ മീറ്റിങ്ങിൽ ഒരാളും വരാത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഭയില് ഒരു പ്രോഫറ്റ് വന്നാല് അപ്പുറത്ത് സഭയെ വരാത്തവൻ പോലും കയറി വരും അല്ലെ. സൺഡേ മീറ്റിങ്ങിന് നിറച്ച ആളുകൾ വരും. ബൈബിൾ സ്റ്റഡിക്ക് ഒരു 10% ആളുകൾ, പ്രാർത്ഥനാ മീറ്റിങ്ങിന് ഒരു 3 പേര് വരും, സുവിശേഷീകരണത്തിന് ഒരാൾ പോകും അല്ലെ. നമ്മുടെയൊക്കെ മുൻഗണനകൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ താഴോട്ടാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനാ മീറ്റിങ്ങിന് ആളുകൾ വരാത്തത്? ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പ്രാർത്ഥനാ റിക്വസ്റ്റുകളൊന്നും, എല്ലാത്തിനും ഒരു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 പ്രാർത്ഥനാ ലിസ്റ്റ് പറയും അല്ലേ. പക്ഷെ പ്രാർത്ഥന മീറ്റിങ്ങിന് വരാൻ വയ്യ. എന്താ അറിയോ? ദൈവമായിട്ട് അടുക്കാൻ വലിയ പ്രാഗൽഭ്യമൊന്നുമില്ല, പാപത്തിലൊക്കെ ജീവിക്കുകയാണ്. ഒരുപാട് ഒരു മറ്റേ കാറൊക്കെ നമ്മൾ ഒരു 3 മാസം കൊടുത്ത് കഴിയാൻ കൊടുക്കുമല്ലോ സർവീസിന്. അങ്ങനെയൊക്കെ ഒന്ന് പോയി ഓവറോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണേൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വരാം. ഒരു ക്യാമ്പിനൊക്കെ പോയാൽ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം ഇത് പഴക്കമില്ല. അങ്ങനെ ആകണം. ഇത്ര വലിയ ദാനം, തന്റെ സ്വന്തം രക്തം ചീന്തി നമുക്ക് പൂർണ്ണ സമാധാനം ലഭിച്ച് നാം ദൈവവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ ആ പങ്കപ്പാടെല്ലാം ക്രൂശിൽ അനുവദിച്ചത്. എന്നിട്ട് നമ്മൾ പറയണം വല്ലപ്പോഴും വന്ന് പ്രാർത്ഥിച്ചോളാം, ഈസ്റ്ററിന് വന്നോളാം, ക്രിസ്മസിന് വന്നോളാം. എന്നും എപ്പോഴും ഈ ദൈവസമാധാനം അനുഭവിച്ച് അവന്റെ സന്നിധിയിൽ ജീവിക്കേണ്ടവരാണ് ദൈവഭക്തൻ.
അതുകൊണ്ട് എന്നും എന്നെ രക്തത്താൽ കഴുകണമേ കർത്താവേ. എന്നും എനിക്ക് കർത്താവേ ഈ വില കൊടുത്തു നീ വാങ്ങിച്ച ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലും സഹവാസത്തിലും എനിക്ക് ജീവിക്കണം. അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരായിരിക്കണം ശരിക്കും രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ. അപ്പോൾ സമയം കടന്നു പോകുന്നു. ഒന്നാമത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എൻ്റെ മനസാക്ഷിയെ കഴുകിയാൽ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അവന്റെ ആത്മാവിനെ കുറിച്ച്, അല്ലെ? രക്തം, ആത്മാവ്, വചനം, ഈ 3 വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. രണ്ടാമതായിട്ട് ആത്മാവിനെ കുറിച്ച് എന്താ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇതാ പ്രാർത്ഥിക്കേണ്ടത്, ആത്മാവിനാൽ എന്നെ നിറച്ചാലും, ആത്മാവിനാൽ എന്നെ നിറച്ചാലും. അപ്പോൾ ഇവിടെ 1-2 കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കാരണം പലപ്പോഴും പ്രത്യേകിച്ച് സഭയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ കുഴപ്പം, പുതുതായിട്ട് വരുന്നവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. സഭയിൽ കുറെ വന്നവരുടെ വിചാരം ആത്മാവിനാൽ നിറയാന്ന് പറഞ്ഞാൽ കുറെ അന്യഭാഷ പറയുക, കുറെ കൃപാവരങ്ങളിൽ നീങ്ങി കുറെ ശുശ്രൂഷയൊക്കെ അങ്ങ് ചെയ്യുക. അതല്ല, അതൊക്കെ രണ്ടാമത്. അത് വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയാതെ കുറച്ച് കാണുന്നുമില്ല. ആത്മാവിന്റെ വരങ്ങളിൽ നീങ്ങിയാലേ ശുശ്രൂഷയൊക്കെ നടക്കത്തുള്ളൂ, അല്ലാതെ ആത്മാവില്ലാതെ ശുശ്രൂഷയൊന്നും പറ്റത്തില്ല. പക്ഷെ ഒന്നാമതായിട്ട് പ്രാഥമികമായിട്ട് എന്തിനാണ് ദൈവം നമുക്ക് ആത്മാവിനെ നൽകിയിരിക്കുന്നത്? അതിന് നമുക്ക് 1 തെസ്സലോനിയറിലേക്ക് കടന്നു ചെല്ലാം. 1 തെസ്സലോനിയർ 4:7-8 ഒന്ന് വായിച്ചേ. 1 തെസ്സലോനിയർ 4:7-8. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ. അടുത്ത വാക്യം. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ഇവിടുത്തെ പശ്ചാത്തലം 1 തെസ്സലോനിയർ 4-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയരോട് പറയുകയാണ്, നിങ്ങളെ വിളിച്ച ദൈവത്തിന് യോഗ്യമാവണ്ണം നിങ്ങളുടെ ജീവിതം ജീവിക്കണം. അതിനെയാണ് നടപ്പെന്ന് പറയുന്നത് ബൈബിളിൽ. നിങ്ങളുടെ നടപ്പ്, കാലുകൊണ്ടുള്ള നടപ്പിനെയല്ല, നിങ്ങളുടെ ജീവിത ശൈലി ഈ വിളിച്ച ദൈവത്തിനും ഈ രക്ഷ തന്ന യേശു ക്രിസ്തുവിനും യോഗ്യമാവണ്ണമാകണം. എന്നിട്ട് ആദ്യത്തെ കുറെ വാക്യങ്ങൾ, ആദ്യത്തെ 7-8 വാക്യങ്ങൾ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ ജീവിതത്തിലുള്ള വിശുദ്ധി, പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങളിൽ നിന്നുള്ള വിശുദ്ധി, അതാണ് നിങ്ങൾ പ്രാപിക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നീടാണ് സഹോദരന്മാരുള്ള സഹോദര പ്രീതി. നമ്മുടെ വ്യക്തിപരമായ ജീവിതം കഴിഞ്ഞ് അന്യോന്യമുള്ള ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം നടപ്പ്? സഹോദര സ്നേഹത്തോടായിരിക്കണം. അത് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികളോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം? നിങ്ങൾ അടങ്ങിപ്പാർക്കണം. നിങ്ങൾ നിങ്ങളുടെ തന്നെ കാര്യം നോക്കണം, അല്ലാതെ അവരുടെ കാര്യത്തിലൊന്നും പോയി തലയിടുന്നവരാകരുത് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. 10, 12, 13 വാക്യങ്ങൾ എടുത്ത് വായിച്ചാൽ അറിയാം. അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതം, സഭയിലെ ജീവിതം, സമൂഹത്തിലെ ജീവിതം, ഇവിടെ എല്ലാം യോഗ്യമായ നടപ്പ് നിങ്ങൾ കാഴ്ചവെക്കണമെന്നാണ് ആ വേദഭാഗം പഠിപ്പിക്കുന്നത്. അതിൽ ഈ ഒന്നാമത് പറഞ്ഞ വ്യക്തിപരമായ വിശുദ്ധിയുടെ കാര്യം പറഞ്ഞേച്ച് അപ്പോസ്തലൻ പറയാണ്, നമ്മളെ വിശുദ്ധീകരണത്തിനല്ലോ ദൈവം വിളിച്ചിരിക്കുന്നത്. ഇത് തുച്ഛീകരിക്കുന്നവൻ, ഏത് തുച്ഛീകരിക്കുന്നവൻ? ഈ പ്രബോധനം, പ്രത്യേകിച്ച് ലൈംഗിക പാപങ്ങളിൽ നിന്നുള്ള ജയമൊന്നും വേണ്ട, അതൊക്കെ അങ്ങ് അവഗണിക്കാം. അപ്പൊ പൊതുവായിട്ട് പറയട്ടെ, വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധിയൊന്നും വേണ്ട എന്ന് പറയുന്നവർ തുച്ഛീകരിക്കുന്നത് എന്നെ അല്ലെന്നാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. നിങ്ങൾ എന്നെ അല്ല, ഒരു മനുഷ്യനെ അല്ല തുച്ഛീകരിക്കുന്നത്, ദൈവത്തെയാണ് തുച്ഛീകരിക്കുന്നത്. പക്ഷെ ആ ദൈവത്തിനൊരു വിശേഷണമുണ്ട് അവിടെ. ആത്മാവിനെ നൽകുന്ന ദൈവത്തെയാണ് നിങ്ങൾ തുച്ഛീകരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ചുമ്മാ അങ്ങ് പറഞ്ഞുവിടായിരുന്നു അപ്പോസ്തലൻ, നിങ്ങൾ എന്നെ അല്ല ദൈവത്തെയാണ് തുച്ഛീകരിക്കുന്നത്, ഈ കൽപ്പന തരുന്നത് ദൈവത്തെയാണ് തുച്ഛീകരിക്കുന്നത് പറയായിരുന്നു. പക്ഷെ ഈ വിശേഷണം അവിടെ കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആത്മാവിനെ എന്തിനു വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്? ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ചോദിച്ചു കൊള്ളട്ടെ, പരിശുദ്ധാത്മാവിനെ പ്രാഥമികമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്? അന്യഭാഷ പറഞ്ഞ പാട്ടും പാടി നല്ല സന്തോഷിച്ച് ശുശ്രൂഷ ചെയ്യാനാണോ? അത് രണ്ടാമതാണ്. ഒന്നാമതായിട്ട് എന്താണ്? വ്യക്തിപരമായ വിശുദ്ധ ജീവിതം നയിക്കുവാൻ, പാപത്തിന്റെ മേൽ ജയം കൊണ്ടാടുവാൻ. അതിനു വേണ്ടിയിട്ടാണ് ഭർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് തുച്ഛീകരിക്കുന്നവൻ ദൈവത്തെ ആണ് തുച്ഛീകരിക്കുന്നത്, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് അച്ഛനൊരു കാറ് വാങ്ങിച്ചു തന്നു, അച്ഛന് തീരെ വയ്യ, അച്ഛനൊരു കാറ് വാങ്ങിച്ചു, മോനെ നീ കാറ് ഓടിക്കണേ, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അച്ഛനെ ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല, അമ്മയെ ഒരിക്കൽ പോലും ഒരിടത്തും കൊണ്ടുപോകത്തില്ല. പയ്യൻ കാറും എടുത്ത് കറക്കമാണ്, പാർട്ടിയാണ്, ബഹളമാണ്. അപ്പൊ നമ്മളെന്ത് പറയും? മോനെ നീ കാറ് തന്ന അപ്പനെ തുച്ഛീകരിക്കുകയാണ്, അല്ലെ? എന്ന് പറഞ്ഞ പോലെയാണ് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നു. പ്രാഥമികമായിട്ട് തന്നത് വ്യക്തിപരമായ ജീവിതത്തിൽ വിശുദ്ധി കാത്തു. അതൊന്നും വേണ്ട കർത്താവേ, എനിക്ക് കുറച്ച് അനുഭൂതിയൊക്കെ വേണം, ഒന്ന് തുള്ളണം, അല്ലെ? ഇവിടുത്തെ കാര്യം കാരണം ഞാൻ പൊതുവെ കാണുന്നതാണ്, അനുഭൂതി വേണം. എനിക്ക് അങ്ങോട്ടങ്ങോട്ട് നമ്മുടെ സാമിച്ചാൻ പറയുന്നത് ആരാധിക്കണം, അല്ലെ? ഇതിനൊക്കെയാണ് പരിശുദ്ധാത്മാവ്. വ്യക്തിപരമായ വിശുദ്ധി, ഹോളി സ്പിരിറ്റ് ബൈ ബൈ.
ഞാൻ വീട്ടിൽ പോയി കമ്പ്യൂട്ടറിന് മുമ്പിലോ മൊബൈലിന്റെ മുമ്പിലോ ഞാൻ വല്ലവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാം എനിക്ക് തോന്നിയ പോലൊക്കെ ഞാൻ ചെയ്യും. എന്റെ ശരീരത്തിൽ തൊട്ടുള്ള കളിയൊന്നും അനുഭൂതി അല്ലെ. അപ്പൊ എന്തോ പറയുന്നേ, നീ തുച്ഛീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ തന്ന ഉദ്ദേശം നിറവേറാതെ വേറെ പല കാര്യത്തിലും ആത്മാവാണെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നീ തുച്ഛീകരിക്കുകയാണ്, നീ പുച്ഛിക്കുകയാണ് ദൈവത്തെ. അത് സംഭവിക്കാതിരിക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ്? ശുദ്ധീകരണം. അപ്പൊ എങ്ങനെ ശുദ്ധീകരണം സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിലൂടെ എങ്ങനെ നമുക്ക് പാപത്തെ അതിജീവിക്കാം? ഞാനൊരു സത്യം പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പലരും പുതുതായിട്ടൊക്കെ വന്നുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കണം. കാരണം ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഇപ്പൊ 18 വയസ്സായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. പല പശ്ചാത്തലത്തിലും പ്രസംഗിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇപ്പം പ്രസംഗിച്ചിട്ടുണ്ട്. പല തരത്തിലുള്ള ആളുകളോട് സംസാരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പുറത്തു പോയി അവരുടെ വലിയ സഭകളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു കയ്യിൽ എണ്ണാവുന്ന സംഖ്യയെക്കാളും കൂടുതൽ ഈ വിഷയത്തിന് ഉത്തരം പറഞ്ഞ ആളുകൾ കണ്ടിട്ടില്ല. ഇതൊരു സത്യമാണ്. പലർക്കും ക്രിസ്തീയ മാർഗത്തിൽ എങ്ങനെയാണ് പാപത്തെ അതിജീവിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പലരും പാപം ചെയ്യാതെ ജീവിക്കുന്നുണ്ട്. എൻ്റെ ഒരു കയ്യിൽ എണ്ണുന്നതിനേക്കാൾ കൂടുതലാണ് പാപം ചെയ്യാതെ ജീവിക്കുന്നവരുടെ എണ്ണം. അതെനിക്കറിയാം. പക്ഷെ എങ്ങനെ ഒരു പാപമൊക്കെ ചെയ്യാതെ ജീവിക്കുന്നത്? ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു ധാർമ്മിക ബോധം, ഒരു ഭാരതീയ ധാർമ്മിക ബോധം കൊണ്ട് പാപമൊക്കെ ചെയ്യാതൊക്കെ പോകുന്നു, തട്ടിമുട്ടിയൊക്കെ പോകുന്നു. പിന്നെ സാഹചര്യമില്ല ചിലർക്ക് പാപം ചെയ്യാൻ, വിചാരിച്ചിട്ടും പാപം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോകുന്നുള്ള അല്ലാതെ ശരിക്കും വചനത്തിൽ എന്തുവാണ് പാപത്തെ അതിജീവിക്കേണ്ട വഴി എന്താണ്? ചുമ്മാ ധാർമ്മിക ബോധം, ചുമ്മാ കുറച്ച് പാട്ട് പാടി, അതായത് ഡിസ്ട്രാക്ഷൻ. എനിക്ക് ഈ പാപം ചെയ്യാൻ തോന്നുമ്പോൾ പിന്നെ കുറച്ച് നേരം അത് കണ്ട അങ്ങ് പോയായിരിക്കും. ഇങ്ങനത്തെ കുറെ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഒക്കെ അറിയാവുള്ളൂ. ശരിക്കും വചനം പഠിപ്പിക്കുന്ന വഴി അറിഞ്ഞുകൂടാ. അത് നിങ്ങളോട് ആദ്യമേ തന്നെ പറയാൻ പോവാ. എങ്ങനെയാണ് നമ്മൾ പാപത്തെ അതിജീവിക്കേണ്ടേ? റോമാലേഖനം 8:2 വായിച്ചാട്ടെ. വളരെ കാതലായ ഒരു വിഷയമാണ് റോമാലേഖനം 8:2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മലയാളം ട്രാൻസ്ലേഷന്റെ ഓർഡറിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇങ്ങനല്ല യവന ഭാഷയിൽ. യവന ഭാഷയിലെ ഓർഡർ ഇങ്ങനല്ല. യവന ഭാഷയിലെ ഓർഡർ എന്താണെന്നറിയാമോ? ആത്മാവിന്റെ പ്രമാണമായ ക്രിസ്തയേശുവിലുള്ള ജീവൻ എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ആ ഓർഡർ നിങ്ങൾ കണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, പാപത്തിൽ നിന്നെല്ലാം എന്നെ യേശു ക്രിസ്തുവിൽ വിടുവിച്ചിരിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഓർഡർ. എങ്ങനെയാണ്? ആത്മാവിന്റെ പ്രമാണമായ ക്രിസ്തയേശുവിന്റെ ജീവൻ എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. എന്തോ അതിന്റെ അർത്ഥം? ആത്മാവിനൊരു പ്രമാണമുണ്ട്, ഒരു നിയമമുണ്ട്, അല്ലെ? ഇപ്പൊ ഗുരുത്വാകർഷണം ഒരു നിയമമാണ്. എന്തെങ്കിലും എടുത്ത് മേലോട്ട് ഇറങ്ങിയാൽ താഴെ വീഴും എന്ന് പറയുന്ന പോലെ ഒരു നിയമമുണ്ട്. പക്ഷെ ഈ നിയമത്തിനൊരു പ്രത്യേകതയുണ്ട്. പഴയ നിയമത്തിലെ നിയമം പോലെ ഒരു ലിസ്റ്റ് അല്ല, കല്ലിന്മേൽ എഴുതുന്ന ഒരു ലിസ്റ്റ് അല്ല, കുറെ അക്ഷരങ്ങളല്ല. ആത്മാവിന്റെ പ്രമാണം ഒരു ജീവനാണ്. ജീവൻ എന്ന് പറയുമ്പോൾ ജീവിതമല്ല. ജീവൻ എന്ന് പറയുമ്പോൾ ഒരു ശക്തി, ഒരു എന്താ പറയാ, ഓജസ് എന്നൊക്കെ പറയുന്നത് ഒരു ചൈതന്യമാണ്, അല്ലെ? വിദ്യുത് ശക്തി എന്ന് പറയുന്ന പോലെ ഒരു ശക്തിയാണ് അത്. പക്ഷെ എന്ത് ജീവനാണ്? ക്രിസ്തയേശുവിന്റെ സ്വന്തം ജീവനാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവന്റെ കയ്യെയും അവന്റെ കണ്ണിനെയും അവന്റെ അധരങ്ങളെയും ചലിപ്പിച്ച അതേ ജീവനാണ് ആത്മാവിന്റെ പ്രമാണമായിട്ട് എൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് എന്ത് സംഭവിക്കും? പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് വിടുതൽ കടന്നു വരും. പാപവും മരണവും ഒരു നിയമമാണ്. അതുകൊണ്ടാണ് പാപത്തിൽ നിന്ന് ചുമ്മാ ഒന്നും അങ്ങനെ ആർക്കും, പാപം ഒരു നിയമമാണ്. മനസ്സിലായി? ഇപ്പൊ ഗുരുത്വാകർഷണത്തെ എനിക്ക് തട്ടി മാറ്റി റോക്കറ്റിൽ കയറി പോകണമെങ്കിൽ ഇവിടെ സയന്റിസ്റ്റ് ഇരിപ്പുണ്ട്. അതിന് കുറെ പ്രയാസമാണ്, അല്ലേ? ആ നിയമം നമ്മൾ മറികടക്കണം. എന്ന് പറഞ്ഞ പോലെ പാപം ഒരു നിയമമാണ്. ഒരു മനുഷ്യൻ ജനിച്ചാൽ ഈ പാപത്തിലേക്ക്, താഴ്ചയിലേക്ക് വീണുപോയ മനുഷ്യരാശിയിലുള്ള എല്ലാ വ്യക്തികളും അവരെ അങ്ങ് വെറുതെ വിട്ടാൽ അത് തികഞ്ഞ പാപികളായിരിക്കും, അല്ലേ? ഇപ്പൊ പിള്ളേരോട് നമ്മൾ മിണ്ടാതിരി, അടങ്ങിയിരി എന്നൊക്കെ പറയണം. ഒന്ന് ബഹളം വെക്ക് എന്ന് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. കാരണം സ്വമേധ ഉള്ളത് ബഹളം വെക്കാനും മിണ്ടാതിരിക്കാനുമാണ്. കണ്ടില്ലേ? ആ തനതായ സ്വഭാവം, അതാണ് ഒരു പാപത്തിന്റെ സ്വഭാവം കൊണ്ടാണ് നമ്മളെല്ലാം ജനിച്ചിരിക്കുന്നത്. അത് ആദ്യത്തെ മനുഷ്യൻ വീണു പോകണ്ട. ഇനി ആ നിയമത്തിൽ നിന്ന് വിടുവിക്കാൻ വേറൊരു നിയമം കടന്നു വരണം, വേറൊരു ശക്തി പ്രവർത്തിക്കണം. അല്ലാതെ മനസ്സിൽ കുറെ ചിന്തിച്ചത് കൊണ്ടോ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ കൊണ്ടോ ആ പാട്ട് പാടിയതുകൊണ്ടോ ഒന്നുമില്ല. വേറൊരു ശക്തി വ്യാപരിക്കണം. എന്റെ കൈ കൊണ്ട് ഞാൻ പാപം ചെയ്യുകയാണെങ്കിൽ ഈ കൈയെ ചലിപ്പിക്കുന്ന വേറൊരു ശക്തി കടന്നു വരണം. അതാണ് ആത്മാവിലൂടെ എനിക്ക് ലഭിക്കുന്നത്. എന്താണ്? ക്രിസ്തയേശുവിന്റെ ജീവൻ. യേശു ക്രിസ്തു ജീവിച്ചപ്പോ പാപം ചെയ്തിരുന്നോ? ഇല്ല. അപ്പൊ ആ ജീവൻ എന്നിൽ പകർന്നാലോ?
അവൻ കൈ ഉപയോഗിച്ചാൽ ഞാൻ കൈ ഉപയോഗിക്കാം, അവൻ കണ്ണ് ഉപയോഗിച്ചാൽ ഞാൻ കണ്ണ് ഉപയോഗിക്കാം, അവൻ അതരങ്ങൾ ഉപയോഗിച്ചാൽ അതരങ്ങൾ ഉപയോഗിക്കാം, അവൻ നാക്ക് ഉപയോഗിച്ചാൽ ഞാൻ നാക്ക് ഉപയോഗിക്കുമെങ്കിൽ എനിക്ക് പാപം ചെയ്യാൻ പറ്റുമോ? പാപം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കണ്ടോ, ഇങ്ങനെയാണ് വിശ്വാസികൾ പാപത്തെ അതിജീവിക്കുവാൻ പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയിൽ ദൈവം പ്രതീക്ഷിക്കുന്നത്. ഇത് ഇന്നേ വരെ ഞാൻ ആരും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. കാരണം ഇതൊന്നും ഞാൻ പലയിടത്തും പോയി പഠിച്ച കാര്യമല്ല ഈ പറയുന്നത്, ഇതൊക്കെ ഞാൻ അനുഭവിച്ച് പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഗലാത്യർ 2:20 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. കണ്ടോ, അതെങ്ങനെ? ആത്മാവിന്റെ പ്രമാണമായ ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. അവൻ എന്നിൽ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ പാപത്തിന്റെ മേൽ ജയമുള്ളവനായി. അല്ലേ? 2 കൊരിന്ത്യർ 4:10-11. 2 കൊരിന്ത്യർ 4:10-11. അതത്ര പരിചിതമല്ലാത്തൊരു വാക്യമായി അവിടെ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 4:10-11. യേശുവിന്റെ ജീവൻ, നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, യേശുവിന്റെ ജീവൻ, ആത്മാവിന്റെ പ്രമാണം ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം എപ്പോഴും വഹിക്കുന്നു. തുറന്നു വായിച്ചാട്ടെ അടുത്ത വാക്യം. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അത് കണ്ടോ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് അപ്പോസ്തലൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ഗലാത്യരിൽ. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മരിക്കണം. ഞാനെവിടെ മരിക്കാൻ പോകുന്നു? ഇനി എന്റെ പഴയ മനുഷ്യനെ ക്രൂശിൽ കർത്താവ് അറുത്തു. കണ്ടോ, എനിക്കൊരു മരണം സംഭവിച്ചു. ഞാനിനി കൊല്ലണ്ട എന്നെ. ആത്മീയമായിട്ട് എനിക്കൊരു മരണം സംഭവിച്ചു. എൻ്റെ പഴയ മനുഷ്യനെ, എൻ്റെ പഴയ സ്വഭാവത്തെ, എപ്പോഴും പാപത്തിന്റെ പുറകെ പോകുന്ന ആ അടിമയെ കർത്താവ് ക്രൂശിൽ ക്രൂശിച്ചു. അത് നിങ്ങൾക്കറിയാമോ? കർത്താവ് ക്രൂശി മരിച്ചപ്പോൾ നിങ്ങളും മരിച്ചു. ആ മരണം ഞാൻ ശരീരത്തിൽ എപ്പോഴും വഹിക്കുകയാണെങ്കിൽ കർത്താവിന്റെ ജീവനിൽ എപ്പോഴും വ്യാപരിക്കും. എന്റെ ഹിതമല്ല നിന്റെ ഹിതം എന്നും പറഞ്ഞ് എപ്പോഴും ഞാൻ എന്നെ തന്നെ മരിപ്പിക്കുകയാണെങ്കിൽ അവന്റെ ജീവൻ എന്നിൽ വ്യാപരിക്കും. അങ്ങനെയാണ് പാപത്തിന്റെ മേൽ ജയം. കേട്ടോ, അപ്പൊ ഞാൻ മരിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 6:11 വായിച്ചേ. റോമാലേഖനം 6:11. നമ്മൾ എന്തോ ചെയ്യണം? പാപത്തിന്റെ മേൽ ജയം വേണമെങ്കിൽ മരിച്ചവരെന്നും ക്രിസ്തേശുവിൽ ജീവിക്കുന്നവരെന്നും എണ്ണുവിൻ. നിങ്ങളെ തന്നെ എണ്ണണം. കർത്താവ് ക്രൂശി മരിച്ചപ്പോൾ എന്റെ പഴയ മനുഷ്യൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനി ക്രിസ്തു അത്രേ എന്ന് എണ്ണി ആത്മാവിന് അവന്റെ ജീവൻ വ്യാപരിക്കുവാൻ ഇടം കൊടുക്കണം, വഴി കൊടുക്കണം. അങ്ങനെ കർത്താവ് എന്നിൽ വസിക്കണം. കർത്താവ് വസിച്ച് ക്രിയ ചെയ്യുമെങ്കിൽ ഞാൻ പാപം ചെയ്യാതെ ജീവിക്കും. അങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കുന്ന വിശുദ്ധി ഉണ്ടേലേ അഹങ്കാരം വരാതിരിക്കത്തുള്ളൂ. എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടും ഒക്കെ ജിംനാസ്റ്റിക്സ് കാണിച്ച് വിശുദ്ധി കാണിക്കുന്നവർക്ക് തികഞ്ഞ അഹങ്കാരവും നികളഭാവവും കാണും. കണ്ടിട്ടില്ലേ നമ്മള്? അമ്മച്ചി ഭയങ്കര പ്രാർത്ഥനയാ, പക്ഷെ അടുക്കാൻ കൊള്ളത്തില്ല. ഈ അപ്പച്ചൻ ഭയങ്കര പ്രാർത്ഥനയാ, പക്ഷെ പേടിയാ വാർത്തു പോയാ. അതെന്തോ, അത് ജഡത്തിൽ നിന്ന് നിർജീവ പ്രവർത്തികളിലൂടെ ഉളവായ ജിംനാസ്റ്റിക്സ് കൊണ്ട് ജിമ്മിൽ പോയി മസിൽ വെച്ച പോലത്തെ വിശുദ്ധിയാണ്. ഈ വിശുദ്ധിയുടെ ഗുണം എന്താ അറിയാവോ? വളരെ ഈ വ്യക്തി അങ്ങനെ ഒരു വിശുദ്ധനാണെന്നൊന്നും പറഞ്ഞു നടക്കാൻ വളരെ സൗമ്യനാണ്. കാരണം എന്താ? കടം കിട്ടിയതാ. നമ്മുടെ KSEB ഒക്കെ കടം വാങ്ങിച്ച് കറണ്ട് തരുന്ന പോലെ കടം കിട്ടിയത് കൊണ്ട് പിന്നെ പുകഴാനൊന്നുമില്ല, അല്ലെ? കടമെടുത്ത് നിങ്ങൾ വേറൊരാൾക്ക് കടം കൊടുത്താൽ നിങ്ങൾ പുകഴൂ? അല്ല, നമ്മളല്ല വേറൊരാളെ തന്നത്, അല്ലെ? നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുത്ത് വെച്ച് ഇയാൾക്ക് കടം കൊടുത്തു, നമുക്കെന്താ പുകഴായിരിക്കും എന്ന് പറഞ്ഞതുപോലെ വേറൊരു വ്യക്തി വന്ന് എന്നിൽ ജീവിച്ചു, കർത്താവ് വന്ന് എന്നിൽ ജീവിച്ച് ഞാൻ വിശുദ്ധനായി. ആ വിശുദ്ധി എന്റെ തലയിൽ കയറുന്നില്ല കേട്ടോ. സൗമ്യത ഉളവാക്കുന്ന വിശുദ്ധി എന്തോ വേണം, പക്ഷേ എണ്ണണം. ഞാൻ മരിച്ചു എന്ന് എണ്ണണം. അതിനെയാണ് ദിനം പ്രതി ക്രൂശെടുത്ത് ക്രിസ്തുവിനെ പിൻഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ ക്രൂശിൽ മരിച്ചു എന്ന് എണ്ണണം. എണ്ണിയിട്ട് പരിശുദ്ധാത്മാവിന് ക്രിയ ചെയ്യാൻ ഇടം കൊടുക്കണം. ഇനി ഞാനല്ല, ഇനി നീയാണ് ജീവിക്കേണ്ടത്. ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ വ്യാപരിക്കട്ടെ, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കട്ടെ. അല്ലെ? യോഹന്നാൻ 15 അതിലെ പറഞ്ഞ, നിങ്ങൾ എന്നിൽ വസിച്ചല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അല്ലെ? കൊമ്പ്, ബ്രാഞ്ച്, അല്ലെ, ചില്ല, മരത്തിൽ വസിച്ചാലേ അതിനെന്തെങ്കിലും ജീവനുള്ളൂ, അല്ലെ? അല്ലാതെ അത് മരമാണ് അല്ലെ കൊമ്പാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൊമ്പ് മരത്തിൽ വസിച്ച ആ എന്താ പറയാ, ആ ജീവൻ അത് വലിച്ചാലേ ഫലമൊക്കെ കായ്ക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം, അവൻ നിങ്ങളിൽ വസിക്കണം. അതെങ്ങനെ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മ നിറവിലൂടെ. അപ്പോൾ വിശ്വാസികൾ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയണം? അവൻ വന്ന് എന്നിൽ വസിച്ച്
അവന്റെ ജീവനാൽ അവന്റെ വിശുദ്ധി എന്നിൽ വെളിപ്പെടുത്തും. കണ്ടോ? അതുകൊണ്ടാണ് നമ്മളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്, അല്ലാതെ ക്രിസ്തു മതത്തിന്റെ പുറകെ പോകുന്നവരുന്നല്ല. ചെറിയ ക്രിസ്തുക്കൾ എന്നാണ് ക്രിസ്ത്യാനിയുടെ അർത്ഥം തന്നെ. ക്രിസ്തു, ഒരു ചെറിയ ക്രിസ്തു താണ്ട പോകുന്നത്. നിങ്ങളൊക്കെ തന്നെ ആയിരിക്കണം ഇവിടുത്തെ ക്രിസ്തുക്കൾ എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നുള്ള അർത്ഥത്തിലല്ല, യേശു ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവർ, ആ സ്വഭാവമുള്ളവർ. അപ്പോൾ എഫീസ്യലേഖനം 5:18 പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനാൽ നിറഞ്ഞവരായിരിക്കണം. അത് മലയാളത്തിൽ ആത്മാവിനാൽ നിറവും പ്രാപിച്ചു പിന്നെ കുറെ അങ്ങ് പറഞ്ഞു പോവാണ്. പക്ഷേ എഫീസ്യലേഖനം 5:18 നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുകയാണെങ്കിൽ അതൊരു കൽപ്പനയാണ്. ആത്മാവിനാൽ നിറയുക. മലയാളം ബൈബിളിൽ അതങ്ങ് പറഞ്ഞു പോകണം, ആത്മാവിനാൽ നിറഞ്ഞവരായി, പിന്നെ പാട്ട്, സ്തുതി, സ്തോത്രം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊരു കൽപ്പനയാണ്. ആത്മാവിനാൽ നിരന്തരം നിറയണം നിങ്ങൾ. അപ്പോൾ അതൊരു പ്രാർത്ഥനയായിട്ട് മാറ്റാം. രാവിലെ എഴുന്നേറ്റ് ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കണം, രക്തത്താൽ എന്നെ കഴുകണം, മനസാക്ഷിയിലെ സമാധാനവും പ്രാഗൽഭ്യവും ഒക്കെ കടന്നു വരണം. രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കണം, കർത്താവെ ആത്മാവിനാൽ എന്നെ നിറച്ചാട്ടെ. എന്തിന്? കർത്താവ് വന്ന് എന്നിൽ വസിക്കട്ടെ, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കണം. ഇന്ന് ഞാനല്ല ജീവിക്കാൻ പോകുന്നത്, കർത്താവാണ് എന്നിലൂടെ ജീവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ, അങ്ങനെ ഒരു കീഴ്പ്പെടലിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എനിക്ക് ഫലം കായ്ക്കുന്ന, പാപത്തെ അതിജീവിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ശരി, നമുക്കിനി മൂന്നാമത്തൊന്ന് നോക്കി നമ്മുടെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ട സമയമായി. മൂന്നാമതായിട്ടുള്ളത് വചനം അല്ലെങ്കിൽ ജലം, അല്ലേ? എന്താ പ്രാർത്ഥിക്കണ്ടേ? വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, രക്തത്താൽ എന്നെ കഴുകണമേ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. എഫീസ്യലേഖനം 5:25 മുതൽ 27 വരെ. ഇത് കല്യാണങ്ങളിൽ മാത്രം വായിച്ചു കേൾക്കാറുണ്ട്. ആ, അപ്പൊ അത് നമുക്ക് വിടാം. ആ വിഷയം നമ്മളിപ്പോ വിവാഹത്തിനല്ലേ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഒരു മിനിറ്റ്, അത് പറഞ്ഞിരിക്കുന്നത് കർത്താവ് എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്, അതാണ് പറഞ്ഞിരിക്കുന്നത്. കേട്ടാട്ടെ. അവൻ അവളെ എന്ന് പറഞ്ഞാൽ കർത്താവ് സഭയെ വചനത്തിന്റെ ജലസ്നാനത്താൽ അവളെ വെടിപ്പാക്കി. കണ്ടോ? വചനം കൊണ്ട് എന്താ കർത്താവ് ചെയ്യുന്നത്? ശുദ്ധീകരിക്കുകയാണ്, അല്ലെ? ഒരു സ്നാനം നൽകുകയാണ്. ആ, വായിച്ചാട്ടെ. കറ ചുളുക്കം മുതലായവതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി കണ്ടോ? അപ്പൊ അവിടെ എന്തൊക്കെയാ ചെയ്യുന്ന കർത്താവ്? വചനം കൊണ്ടൊരു സ്നാനം നൽകി എല്ലാ ചുളുക്കിൽ നിന്നും കറയിൽ നിന്നും എല്ലാം പിടിപ്പിച്ച് ശുദ്ധയും ശുഭ്രയുമായ ഒരു തേജസ്സുള്ള സഭയാക്കി അവളെ രൂപാന്തരപ്പെടുത്തുന്നു. കണ്ടോ? അപ്പൊ വചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഇതാണ്, രൂപാന്തരപ്പെടുത്തണം നമ്മളെ. പാപത്തെ അതിജീവിക്കുന്നത് അതിന്റെ തുടക്കം മാത്രം. ഞാൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തികഞ്ഞവനായില്ല. പാപം ചെയ്യുന്നില്ല, ഓക്കെ, നല്ല കാര്യം. ഇനി അങ്ങോട്ട് ബാക്കി എന്തുവാ? അല്ലെ, ബാക്കി എന്തുവാ? മുന്നോട്ടുള്ള എന്തുവാ? പുരോഗമനം എന്തുവാ? ഞാൻ ക്രിസ്തുവിനോട് അനുരൂപനായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ വിശുദ്ധി എന്ന് പറഞ്ഞാൽ പാപം അകറ്റുക മാത്രമല്ല, പാപം അകറ്റിയിട്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരണം. അതിനെന്ത് ചെയ്യുമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്? അവൻ വചനത്താൽ നിങ്ങൾക്ക് ശുദ്ധീകരണം, ജലസ്നാനം നൽകുമെന്ന്. ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് അങ്ങനെയൊക്കെ വചനം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഭർത്താക്കന്മാരുടെ കാര്യം, പ്രത്യേകിച്ച് യൗവനക്കാരുടെ കാര്യം, വചനം സ്വന്തമായിട്ട് വായിച്ച് ശുദ്ധീകരണം പ്രാപിക്കാറുണ്ടാത്തവരെയൊക്കെ പിടിച്ച് ഇനി കല്യാണം കഴിപ്പിച്ച് നീ അവളെയും കൂടെ ഒന്ന് നോക്കിക്കണമെന്ന് പറഞ്ഞാൽ അവളുടെ കാര്യം അതോട്, അല്ലേ? ഇന്ന് ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് യൗവനക്കാരോട്. എടാ, നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായമായോ പ്രാപ്തിയായോ എന്ന് ചോദിച്ചാൽ ഇത് ചോദിക്കണം. അല്ലാതെ നിനക്ക് ആ ഗ്ലാമർ ഉണ്ടോ, ശമ്പളമുണ്ടോ? ഇന്ന് പെൺകുട്ടികളുടെ അപ്പനമ്മമാർ പോലും ഇതൊന്നും ചോദിക്കാറില്ല, അല്ലെ? അതൊന്നും അവർക്ക് വേണ്ട. ശമ്പളം ഉണ്ടോ, കാണാൻ കൊള്ളാവോ, ഇതൊക്കെ മതി, അല്ലെ? വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം ഇതാണ്. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ. അപ്പൊ കണ്ടോ, വചനം നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരണം കൊണ്ടുവരണം. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കട്ടെ. എങ്ങനെ നമുക്ക് വചനത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കാം? വളരെ കാതലായ ഒരു വിഷയമാണ് അത്. നമ്മുടെ വചനവുമായിട്ട് നാം ബന്ധപ്പെടുന്ന നമ്മുടെ സമീപനം അനുസരിച്ചിരിക്കും. നിങ്ങൾക്കറിയാവോ, കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ അവിടെ ഒരു കൂട്ടരുണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ വേർപാടുകാർ. അവര് വചനം നല്ലപോലെ പഠിക്കുന്നവരായിരുന്നു, വചനത്തിന് വേണ്ടി വില കൊടുക്കുന്നവരായിരുന്നു. അവരുടെ സമൂഹം നമ്മൾ ഈ പഴയ നിയമവും പുതിയ നിയമത്തിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ള ഒരു പേരുണ്ടെന്ന്, അതിനാണ് ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് പറയും. ആ സമയത്ത് യഹൂദ സംസ്കാരവും സമുദായവും സമൂഹവും എല്ലാം വളരെയധികം മുന്നോട്ട് പോയി, ദൈവത്തിൽ നിന്നൊക്കെ അകന്നുപോയി. കാരണം അവരെ ഭരിക്കുന്നവരെല്ലാം ജാതീയരാണ്. യവനന്മാരും റോമാക്കാരും ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പം
ഈ സംസ്കാരം എല്ലാം മാറി, അവരുടെയൊക്കെ വഴികളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് പറ്റി? ഒരു പുറകോട്ട് പോക്ക് വന്നപ്പോൾ ചിലർ ചാടി ഇറങ്ങി, അങ്ങനെ പോയാൽ പറ്റത്തില്ലല്ലോ, വചനമൊക്കെ അനുസരിച്ചേ പറ്റത്തുള്ളൂ, വചനമൊക്കെ പഠിച്ചേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് വളരെ ശക്തമായിട്ട് അന്നത്തെ കാലത്തെ വിശുദ്ധന്മാർ, വേർപാടുകാർ, അവരാരാന്നറിയാവോ ഈ പറഞ്ഞു വരുന്നത്? പരീശന്മാർ. ഈ പരീശന്മാർക്കാണ് കർത്താവ് ഏറ്റവും അടികട്ടി ശാസനയെല്ലാം വെച്ചിരുന്നത്. ഏറ്റവും വലിയ അടിയൊക്കെ അവന്മാർക്കാണ് കൊടുത്തത്. നമ്മൾ ചിന്തിക്കും, സമൂഹം എല്ലാം വചനം വിട്ട് പോയപ്പോൾ ഇവന്മാരെ ഉണ്ടായിരുന്നുള്ളൂ, നീ അവനിട്ട് തന്നെ കൂടുതൽ അടി കൊടുത്തു. ഇന്നും ഞാൻ വിചാരിക്കുന്നത് കർത്താവ് വന്നാൽ അതായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് ഈ മറ്റേ പാരമ്പര്യ സഭകൾക്കൊക്കെ നമുക്കായിരിക്കും അടി. കാരണം എന്താ? കൂടുതൽ ലഭിച്ചതിൽ നിന്ന് കൂടുതൽ ചോദിക്കും. പഠിക്കാത്തൊരു പയ്യൻ അടാവും തോറ്റു. ടീച്ചർ പറയാം, നീയൊക്കെ എന്താ പറയാ, നീയൊക്കെ ഉഴപ്പിപ്പോന്നു. എപ്പോഴും ക്ലാസ്സിൽ ഇരുന്ന് മാർക്ക് വാങ്ങിക്കുകയും ക്ലാസ്സിൽ ഇരിക്കും, ചോദ്യം ചോദിച്ചാൽ ഉടനെ ഉത്തരം പറയുമ്പോൾ ചെയ്യുന്ന ഒരു പെൺകുട്ടി, പഠിപ്പിസ്റ്റ്, അവസാനം ഫൈനൽ എക്സാമിൽ പട്ടം പൂച്ച. ടീച്ചർ എന്തോ ചെയ്യും? നല്ല അടി കൊടുക്കും. നല്ല അടി. നിനക്ക് എന്ത് പറ്റിയടി എന്ന് ചോദിക്കും അല്ലേ? അതുപോലെ തന്നെ കർത്താവും, വചനമൊക്കെ അറിയാൻ കർത്താവേ, ഞങ്ങൾ വചനത്തിന് വേണ്ടി നിൽക്കുന്ന കർത്താവേ, ഫലം എവിടെ? ഫലമൊന്നുമില്ല, അടി. അതുകൊണ്ട് ഓർത്തോണം. അപ്പോ പരീശന്മാരെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? യോഹന്നാൻ 5:39-40. ഈ പരീശന്മാർ വചനത്തിന് വേണ്ടി നിന്നെങ്കിലും വചനത്തോടുള്ള അവരുടെ സമീപനം തെറ്റായിപ്പോയി. അതാണ് അവർക്ക് പറ്റിയ തെറ്റ്. അല്ലാതെ വചനത്തിൽ അറിവ് പ്രാപിച്ചതിലല്ല തെറ്റ്, വചനത്തിന് വേണ്ടി നിലനിന്നതിലല്ല തെറ്റ്, അവരുടെ സമീപനം തെറ്റിപ്പോയി. എന്തായിരുന്നു അവരുടെ കുഴപ്പം? 5:39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. ശോധന, നിങ്ങൾ അരിച്ചു പെറുക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങോട്ട് പറിക്കുന്നു, ഇങ്ങോട്ട് പറിക്കുന്നു. 3-ാമത്തെ പേജ് 5-ാമത്തെ അധ്യായം, ഏത് അധ്യായം ചോദിച്ചാലും വാക്യം ചോദിച്ചാലും കാണാൻ അറിയാം. അതിനെയാണ് ഈ ശോധന ചെയ്യാന്ന് പറഞ്ഞാല്. യു സെർച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ അരിച്ചു പെറിച്ച് വായിക്കുന്നു. അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ കുഴപ്പം അതാണ്. നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഈ പുസ്തകമൊക്കെ അങ്ങ് കാണാൻ പഠിച്ച് പണ്ഡിതനായാൽ തികഞ്ഞു. പുസ്തകത്തിലെ പാണ്ഡിത്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതെല്ലാം പഠിച്ചു വെക്കുന്നത്. അല്ല, ഇന്നും ചിലരുണ്ട്, അമേരിക്കയിൽ പ്രത്യേകിച്ച് ഒരു ഗെയിം തന്നെ ഉണ്ട്, ബൈബിൾ ട്രിവിയ എന്ന് പറഞ്ഞിട്ട്. ബൈബിളിൽ ഒരു ഗുണമില്ലാത്ത കുറേ കാര്യങ്ങളെല്ലാം കാണാൻ പഠിച്ചു വെച്ചു. ബാലാമിനോട് സംസാരിച്ച കഴുതയുടെ പുറത്ത് എത്ര മുടിയുണ്ടായിരുന്നു, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാന്? ഇങ്ങനത്തെ കുറേ കോപ്രായങ്ങളൊക്കെ കാണാൻ പഠിച്ചു വെക്കും. ഇതിൽ ഭയങ്കര പാണ്ഡിത്യമാണ്. അതുകൊണ്ടൊരു കാര്യമില്ല. ഇവിടെ ഉണ്ട് സൺഡേ സ്കൂൾ ക്വിസ് എന്നും പറഞ്ഞു. നമ്മുടെ സഭയിലൊന്നും ഇല്ല, വേറെ സഭകളിലൊക്കെ ഞാൻ കണ്ടു സൺഡേ സ്കൂൾ ക്വിസ്. ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിലും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാൽ തികഞ്ഞ് അല്ലേ? അപ്പം നിങ്ങളുടെ വിചാരം ഇത് പഠിച്ച് പണ്ഡിതനാകലാണ്. പക്ഷെ എന്താ ചെയ്യണമായിരുന്നു? തുടർന്ന് വായിച്ചാട്ടെ. എനിക്ക് സാക്ഷ്യം പറയുന്നു. വചനം എന്നെ കുറിച്ചായി പറയുന്നേ. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടും ഈ വചനം തുടക്കം മുതൽ ഒടുക്കം വരെ പറയുന്ന എന്റെ അടുത്ത് നിങ്ങൾ വരുന്നില്ല. അറിവെല്ലാം പ്രാപിച്ച് പുസ്തകം കാണാപ്പാടമാക്കി പുസ്തകത്തിലെ നായകനായ കർത്താവിന്റെ അടുക്കൽ വരുന്നില്ല. അപ്പൊ കണ്ടോ, പാണ്ഡിത്യമല്ല നമ്മുടെ ലക്ഷ്യം. അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. അറിവ് സമ്പാദനവും വിജ്ഞാനം പ്രാപിക്കലും ഒന്നും ആകരുത്. നമ്മുടെ വചനത്തോടുള്ള സമീപനം എന്തായിരിക്കണം? കർത്താവിന്റെ അടുക്കൽ വരുവാൻ. ഇംഗ്ലീഷ് ഞാൻ ഇങ്ങനെ പറയും, ദി എയിം ഓഫ് മൈ സ്റ്റഡി ഈസ് നോട്ട് ടു മാസ്റ്റർ ദ ബുക്ക് ബട്ട് ടു ബിക്കം എ ബെറ്റർ സ്ലേവ് ഓഫ് ജീസസ്. ഈ പുസ്തകം പഠിച്ച് ഇതിൽ പാണ്ഡിത്യം പ്രാപിക്കുവാനല്ല, കൂടുതൽ പഠിക്കുന്തോറും ഞാൻ ക്രിസ്തുവിന് കീഴ്പ്പെടുന്ന ഒരു അടിമയാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വചനം പഠിക്കുന്നത്. അപ്പൊ എന്റെ അടുപ്പവും അടിമത്വവും അവനോടുള്ള വിധേയത്വവും വളരുന്നുണ്ടോ? ബൈബിളിൽ ഞാൻ വളരുന്നുള്ളോ എന്നുള്ളതിന്റെ മാനദണ്ഡം അറിവല്ല, വിധേയത്വമാണ്, സമർപ്പണമാണ്. ഞാൻ കീഴ്പ്പെടുന്നുണ്ടോ? പണ്ടത്തേനേക്കാളും എനിക്ക് കുറച്ച് കൂടുതൽ വചനം അറിയാമെന്ന് പറയുമ്പോൾ എവിടെ നമ്മൾ അളന്നു നോക്കണ്ടേ? അവനോട് ഞാൻ കീഴ്പ്പെടുന്നുണ്ടോ? പണ്ട് അവൻ പറയുമ്പോൾ ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുത്തി ഞാൻ പോകാന്ന് പറയും. ഇപ്പം കുറച്ചുകൂടെ കീഴ്പ്പെടുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത അവന്റെ ഹിതവും ഞാൻ ചെയ്യാൻ കീഴ്പ്പെടുന്നുണ്ട്. ഞാൻ അവന്റെ അടുക്കൽ വരുന്നുണ്ട് കേട്ടോ, വ്യക്തിയുടെ അടുക്കൽ. ഞാൻ തുടക്കമേ പറഞ്ഞില്ലേ, പുസ്തകമല്ല, പുസ്തകത്തിലൂടെ വ്യക്തിയുടെ അടുക്കൽ ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ചെയ്യണമായിരുന്ന കർത്താവ് അവരോട് പറഞ്ഞു. നിങ്ങൾ അത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതം നോക്കിയേ. നിങ്ങൾക്കുള്ള ബൈബിളിന്റെ അറിവൊന്ന് ചിന്തിച്ചേ. അതിനോടൊപ്പം നിങ്ങൾക്ക് യേശുവിനോടുള്ള അടുപ്പം ഒന്ന് താരതമ്യം ചെയ്തേ. പലപ്പോഴും വിശ്വാസികളുടെ ജീവിതം എങ്ങനെയാണെന്നറിയോ? അറിവ് നോക്കിയാൽ നമ്മുടെ പൊന്മുടി പോലിരിക്കും, അടുപ്പം നോക്കിയാൽ മുഖത്തുള്ളൊരു മുഖക്കുരു വരും. ഇതൊക്കെ മൗണ്ടൻ ആൻഡ് മോൾ എന്ന് പറഞ്ഞ പോലെ ഘോരമായ അറിവ്, പൊന്മുടി പോലെ. എനിക്കൊക്കെ ചിലർ പറയാറുണ്ട് അഹങ്കാരത്തിൽ, എനിക്ക് ഒരു ദിവസം പ്രസംഗിക്കാവുള്ളതുണ്ട്. ഉണ്ട്, ഒരു ദിവസം പ്രസംഗം നിന്റെ ജീവിതത്തിലുണ്ടോ?
ചില പ്രസംഗകർ, നമ്മളെ പോലുള്ള പ്രസംഗർ, ഇത് പ്രസംഗിക്കാൻ ഒരു ദിവസത്തോളം ഉണ്ട്. ഓക്കെ, സമ്മതിച്ച അറിവൊക്കെ ജീവിതത്തിലുണ്ടോ? അടുപ്പമുണ്ടോ കർത്താവുമായി? എന്റെ അറിവ് അടുപ്പമായി മാറണം. അങ്ങനെ ഞാൻ വചനത്തിന്റെ അടുക്കൽ വന്നാലേ നേരത്തെ പറഞ്ഞ് എന്ത് സംഭവിക്കുള്ളൂ? ശുദ്ധീകരണം. നമ്മൾ ചില പിള്ളേരെ കണ്ടില്ലേ, അമ്മമാരെ കൊച്ചു പിള്ളേരെ കുളിക്കാൻ വിളിക്കും. അവരുടെ വിചാരം കളിക്കാൻ വിളിക്കാൻ. വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട്. എടാ, നിന്നെ കുളിപ്പിക്കാനായി വിളിച്ചിരിക്കുന്നത്, അല്ല കളിക്കാനല്ല, നിനക്ക് വിനോദം തരാനല്ല. ചിലരൊക്കെ വിചാരം ഈ പ്രസംഗമൊക്കെ കേൾക്കും. ഇന്ന് പിന്നെ യൂട്യൂബ് ലൈവ് ഒക്കെ തുടങ്ങിയപ്പോൾ ഇത് പിന്നെ ഒരു വിനോദമായി മാറിയിട്ടുണ്ട്. ഒരു യൂട്യൂബ് ലൈവ് കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജീവിതത്തിന് മാറ്റം വന്നോ? ഒന്നുമില്ല. കുറെ ഒരു എന്റർടൈൻമെന്റ് അതായി മാറി. അങ്ങനെ കളിപ്പിക്കാനല്ല ദൈവം വചനം തന്നിരിക്കുന്നത്, കുളിപ്പിച്ച് നിങ്ങളെ ശുദ്ധരാക്കാൻ വേണ്ടി. അപ്പൊ ഒന്നാമതായിട്ട് കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ വചനത്തോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ്? വചനത്തിലെ അറിവ് അടുപ്പമായി മാറുന്നുണ്ടോ? രണ്ടാമതായിട്ട് അവിടെ തന്നെ 38ാമത്തെ വാക്യം വായിച്ചേ. 38ാമത്തെ വാക്യം. അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. കർത്താവ് പിതാവിനെ കുറിച്ച് പറയാണ്, പിതാവിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല. കാരണം എന്താണ്? അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കർത്താവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അപ്പോൾ വിശ്വാസമുള്ളൊരു ഹൃദയം വേണം വചനത്തോട് സമീപിക്കുമ്പോൾ. ഈ വചനത്തോട് സമീപിക്കുമ്പോൾ ലൂക്കോസിന്റെ 8:11 മുതൽ 15 എടുത്ത് വായിക്കണമെന്നില്ല. വിതയ്ക്കുന്നവന്റെ ഉപമ എല്ലാവർക്കും അറിയാമോ? അറിഞ്ഞൂടെങ്കിൽ 8:11 മുതൽ 15 ഒന്ന് വായിച്ചേ. ലൂക്കോസ് 8:11 മുതൽ 15 വരെ വായിച്ചേ. വചനത്തോടുള്ള 4 പ്രതികരണങ്ങൾ. എല്ലാരും കേട്ടോ? വചനത്തോട് 4 രീതിയിൽ പ്രതികരിക്കാം നമുക്ക്. 4 രീതിയിൽ. അത് ഹൃദയത്തിന്റെ ഒരു ചിത്രമാണ് അവിടെ തരുന്നത്. വായിച്ചാട്ടെ. ലൂക്കോസ് 8:11 മുതൽ 15. ഉപമയുടെ പൊരുളോ, വിത്ത് ദൈവവചനം, വഴിയരികെയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാചു എന്ന അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. പാറമേലുള്ളവരോ, കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്നു. മുള്ളിനിടയിൽ വീണതോ, കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. നല്ല മണ്ണിലുള്ളതോ, വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. അപ്പൊ ഇവിടെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു, ഒരു കഥ പറഞ്ഞു അല്ലേ? അതെന്താ പറഞ്ഞത്? ഒരാള് വിത്ത് വിതയ്ക്കാനായിട്ട് പോയി. പോകുന്ന വഴിയിൽ തന്നെ കുറച്ച് വിത്ത് വീണു, പിന്നെ കുറച്ച് പാറയിൽ വീണു, പിന്നെ കുറച്ച് മുള്ളിന്റെ ഇടയിൽ വീണു, പിന്നെ കുറച്ച് നല്ല നിലത്തിൽ വീണു. ആ ഉപമയുടെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപമ വായിച്ചില്ല, ഉപമയുടെ അർത്ഥം പറയുന്ന ഭാഗമാണ് വായിച്ചത്. എന്താണ്? ഒന്നാമത്തേത് വഴിയിൽ വീണുപോയി. വഴിയിൽ വീണാനുള്ള കുഴപ്പം എന്താ? വഴിയാണ്, നിലമല്ല. അല്ലെ? നമ്മൾ നിലമൊക്കെ നിങ്ങളെല്ലാവരും നിലം കണ്ടില്ലേ? വയൽ കണ്ടിട്ടില്ലേ? ഒരു നടുക്കൊരു ഭാഗം ഈ നടന്ന് തഴമ്പിച്ചത് വഴിയായിട്ടിരിക്കുകയാണ്. മറ്റേതാണ് ശരിക്കും ഫലഭൂയിഷ്ഠതയുള്ള മണ്ണ് അല്ലെ? അപ്പോൾ ഈ വിത്ത് പാകുമ്പോൾ, ദൈവവചനത്തോട് പ്രതികരിക്കുമ്പോൾ ചിലരുടെയൊക്കെ ഹൃദയം എങ്ങനെയാണെന്നറിയോ? നിലമല്ല, അത് വഴിയാണ്. എന്താ ഈ വഴി എന്ന് പറഞ്ഞാല്? അത് കിളച്ച് നിലമാക്കിയിട്ടില്ല. അപ്പൊ ചിലരൊക്കെ വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം വഴി പോലാണ്, വയൽ പോലെ ആയിട്ടില്ല. പറഞ്ഞു മനസ്സിലായോ? എന്തോ അത് സൂചിപ്പിക്കുന്നേ? ഒരുക്കമില്ലാത്ത ഹൃദയം. ഒന്നാമത്തെ രീതി വചനത്തോട് പ്രതികരിക്കാൻ പറ്റുന്നത് ഒരുക്കമില്ലാത്ത ഹൃദയം. എന്താ ഒരുക്കമില്ലാത്ത ഹൃദയം? ഈ വചനം സ്വീകരിക്കാൻ വേണ്ടി കിളച്ച് മറിച്ച് ഇത് വയലാക്കിയിട്ടില്ല, വഴിയാക്കി വെച്ചിരിക്കുക. ഏത് വഴി? ഞാൻ സ്വന്തമായിട്ട് നടക്കുന്ന എൻ്റെ പരിചിതമായ എല്ലാ വഴികളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. രൂപാന്തരം പ്രാപിക്കുവാൻ, മാനസാന്തരപ്പെടുവാനുള്ള ഒരുക്കമൊന്നുമില്ല അല്ലേ? എൻ്റെ വഴിയെ തന്നെ ഞാൻ നടക്കാൻ പോവാ. ഞാൻ നടക്കുന്ന എൻ്റെ പരിചിതമായ വഴികൾ അവിടെ തന്നെ ഇരിക്കട്ടെ. ആ വഴിയിൽ വിത്ത് പാകിയാൽ ഒരു രൂപാന്തരവും വരത്തില്ല. എനിക്ക് സ്വഭാവ മാറ്റം വേണം, എനിക്ക് രൂപാന്തരം വേണം എന്ന് പറയുന്ന ഹൃദയങ്ങളിലേ വചനം പ്രവർത്തിക്കത്തുള്ളൂ. അല്ലാതെ ചുമ്മാ മീറ്റിംഗിൽ ഇരുന്നേച്ചങ്ങ് പോവാം, ഞാൻ ഒന്നും മാറാമെന്ന് പോകുന്നില്ലെന്ന് പറയുന്ന ഹൃദയമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വഴി വിത്ത് പാകിയാലും ഒന്നും വളരാൻ പോകുന്നില്ല. എന്ത് വരും? കാക്ക വന്നെടുത്തോണ്ട് പോകും, പിശാച് വന്നെടുത്തോണ്ട് പോകും. മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ എന്തുവായിരുന്നോ പ്രസംഗം? ഓർമ്മ പോലും ഇല്ല. എന്തൊക്കെയോ അങ്ങേര് പറഞ്ഞു, തലയുടെ മണ്ടയിൽ കൂടെ പോയി. അത് നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തോണ്ടല്ല, പിശാച് വന്നെടുത്തോണ്ട് പോയി. ഹൃദയ ഒരുക്കം വേണം. അതുകൊണ്ടാണ് ഞാൻ വചനം തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞ് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഹൃദയത്തിൽ ഒരുക്കം വേണം. കർത്താവ് ഈ പറയാൻ പോകുന്നു ഞാൻ ഏറ്റെടുത്തിട്ട് എനിക്ക് രൂപാന്തരം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളിലെ വചനം പ്രവർത്തിക്കത്തുള്ളൂ. രണ്ടാമത്തെ കൂട്ടരാരാ? പാറമേൻ. പാറയുടെ ഇട്ടാനുള്ള ഗുണം എന്താ? പെട്ടെന്ന് വളർന്നു വരും. വേരില്ലാത്തോണ്ട് വെയിൽ വരുമ്പം ഉണങ്ങിപ്പോകും. ആരാത്? ചില സഭകളിലൊക്കെ പോയി അറിയാം, വചനം പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കാൻ പാടാ. എന്താ അറിയോ?
നമ്മളൊരു 2 വാക്ക് പറയുമ്പോൾ കയ്യടി 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 കയ്യടി. ഈ പ്രസംഗം ഇവരെക്കാൾ ഉച്ചത്തിൽ കിടന്ന് ഭൂവിയാലേ പറ്റത്തുള്ളൂ. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ ഗാറുകളൊക്കെ ചെയ്ത് തൊണ്ടയൊക്കെ പോകാം. അവരാരെ കയ്യടിച്ച് പാസ്സാക്കും. അതവിടെ പറഞ്ഞു. വചനം കേൾക്കുമ്പോൾ സന്തോഷം, ബ്രദറെ താങ്ക് യു. പിന്നീട് ഈ വചനം നിമിത്തം പരീക്ഷ കടന്നു വരുമ്പോൾ, അതായത് ദൈവം തന്നെ ഇതിനൊരു പരീക്ഷ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ വചനത്തിൽ നിലനിൽക്കുന്നവനാ അതൊന്നും വേണ്ട. അങ്ങനെയുള്ളവർ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? പാറ പോലാണ്. എന്താ പാറ എന്ന് വിളിച്ചിരിക്കുന്നത്? എബ്രായ ലേഖനം 3-ാം അധ്യായം 12-13. എബ്രായർ 3:12-13. അത് വായിച്ചാലേ ഈ പാറ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എബ്രായർ 3:12-13. സഹോദരന്മാരെ, ആ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിപ്പാൻ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. കേട്ടോ, അവിശ്വാസമുള്ള ഹൃദയം എന്ന് എന്ത് ചെയ്യും? ദൈവത്തെ ത്യജിച്ചു കളയും. 15-ാം വാക്യം. ഇന്ന് അവൻ വചനം എന്ന വിത്ത് പാകുമെങ്കിൽ, മത്സരം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ തലമുറ, പഴയ നിയമത്തിലെ ജനം അവനെതിരെ എതിർത്തു നിന്നതുപോലെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. കണ്ടോ, പാറ പോലെ കഠിനമാക്കരുത്. അപ്പൊ ഈ പാറ പോലുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്തോ അതിന്റെ അർത്ഥം? വചനം കേട്ടിട്ടും അനുസരിക്കാൻ മനസ്സില്ലാത്ത അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയോ? ഇംഗ്ലീഷിൽ പറയും കോംപ്രമൈസ്ഡ് ഹാർട്ട്. വിട്ടുവീഴ്ചകൾ നടത്തുന്ന. വചനം പ്രസംഗത്തിൽ കേട്ടപ്പോൾ വളരെ സന്തോഷം, വില കൊടുക്കേണ്ട പരീക്ഷകൾ വരുമ്പം കോംപ്രമൈസ്, വിട്ടുവീഴ്ച. ഈ വിട്ടുവീഴ്ച എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലയാളത്തിലെ ചില വാക്കുകൾ നല്ല രസമാണ് ചിന്തിച്ചാൽ. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വിട്ടുകൊടുത്തത് കൊണ്ട് ഞാൻ വീണതാണ്, അല്ലാതെ ഞാൻ വീണതല്ല. ഞാൻ മനഃപൂർവ്വം വീണതാണ്, അല്ലാതെ ഞാൻ വീഴേണ്ട ആവശ്യമൊന്നുമില്ല. പിശാചൊന്നും തന്നെ മറിച്ചിട്ടൊന്നുമില്ല, ഞാൻ തന്നെ അങ്ങ് പോട്ടെ എന്ന് വെച്ചു. ചിലർ പറയാറില്ലേ, പോയി തോക്കാം, സെപ്റ്റംബറിൽ എഴുതിയെടുക്കണം അല്ലേ? ചില പിള്ളേർ സ്കൂളിലൊക്കെ പറയാറില്ലേ, പോയി തോക്കാടി. വിട്ടുവീഴ്ചയാണത്. കണ്ടോ, അങ്ങനെ വിട്ടുവീഴ്ചകൾ നടത്തുന്ന, സ്ഥിരമായിട്ട് വിട്ടുവീഴ്ച നടത്തിക്കൊണ്ടിരിക്കുക. സൺഡേ വന്ന് വചനം കേൾക്കുന്നു, വളരെ സന്തോഷം, വീട്ടിൽ പോയിട്ട് അനുസരിക്കാതിരിക്കുന്നു. ഇങ്ങനെ തുടർമാനമായിട്ട് നിങ്ങൾ ചെയ്താൽ എന്താ പറ്റുന്നറിയാം? ഹൃദയകാഠിന്യം കൂടും. പിന്നെ ഏത് വചനവും കേട്ടാലും ഏത് അനുസരണക്കേടി കിടന്നാലും ഒരു കുഴപ്പമില്ല. ചില പ്രസംഗകരുണ്ട് ഇങ്ങനെ, വീട്ടില് പുറത്തെങ്ങും പറയാൻ പറ്റാത്ത പാപം ചെയ്ത് വെച്ച് സൺഡേ വന്ന് പ്രസംഗിക്കും. എന്താ അറിയോ? ഹൃദയം കഠിനപ്പെട്ടിരിക്കുക, അവിടെ ഒരു വേദന എടുക്കുന്നില്ല അല്ലെ? നമ്മൾ ഈ ഡോക്ടറിനെ എടുത്ത് പോകുമ്പോൾ അവർ മരവിപ്പിച്ചിട്ടാണ് പലതൊക്കെ ചെയ്യുന്നത്. മരവിപ്പിക്കാതെ ചെയ്യുന്നത് എന്തോ പറ്റും? ഞാൻ ശുശ്രൂഷ വേളയിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരു വലിയൊരു ആക്സിഡന്റ് പെട്ടു. എൻ്റെ കൈ നിങ്ങൾക്ക് കാണാം, 13 സ്റ്റിച്ചാണിത്. ഈ സ്റ്റിച്ചിട്ട സമയത്ത് ആ ഡോക്ടർ എൻ്റെ കൈ മരവിപ്പിക്കാതാണ് എൻ്റെ കൈ സ്റ്റിച്ചിട്ടത്. ഈ കൈ മുറിഞ്ഞ വേദന കൂടാതെ അതും കൂടെ, കാരണം ആ ഡോക്ടർക്ക് രാത്രി വീട്ടിൽ പോകണം. അങ്ങനെയാണ് എൻ്റെ കൈ സ്റ്റിച്ചിട്ടത്. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും, എൻ്റെ അപ്പോ മരവിപ്പിക്കുന്ന ആ ഇഞ്ചക്ഷനൊക്കെ തന്ന ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, മനസ്സിലല്ലേ? അപ്പൊ വേദനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് മാംസമാണ്. ഞാൻ പോയൊരു പാറയില് കുറെ ഇഞ്ചക്ഷൻ കൊടുത്ത പാറ കരയും. നല്ല ഇഞ്ചക്ഷൻ, മറ്റേ കാളക്കൊക്കെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ കൊണ്ട് ഞാൻ പാറയിലിട്ട് കുത്തുക, പാറ കടന്ന് കരച്ചില്ല. പാറ കരയത്തില്ല എന്ന് പറഞ്ഞതുപോലെ നിരന്തരമായിട്ട് പാപത്തിൽ വീണ് ജീവിക്കുന്ന വിശ്വാസികൾക്ക് കുറച്ച് കഴിയുമ്പോൾ എന്ത് വരുന്നറിയോ? നല്ല കട്ടിയുള്ള ഹൃദയം കിട്ടും. പിന്നെ ഏത് പാപത്തിലും ജീവിക്കാം. പിന്നെ സൺഡേ വന്ന് പാട്ട് പാടാനും അന്യഭാഷ പറയാനും ഉള്ള പ്രാഗൽഭ്യം കിട്ടി. തികഞ്ഞാണ്. ഇത് നിങ്ങൾക്ക് സംഭവിക്കരുത്. ഇതൊക്കെ ഈ പുതുതായിട്ട് വിശ്വാസി വന്നവരോട് തന്നെ പറയുന്നതിന്റെ കാരണം ഇതൊന്നും സംഭവിക്കരുത്. ഇതൊക്കെ സംഭവിച്ച ഒരുപാട് തലമുറകൾ സഭകളിലെല്ലാം ഇരിപ്പുണ്ട്. കാരണം പാപത്തോടുള്ള ബന്ധത്തിൽ അവര് സ്ട്രിക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ല. പാറയുടെ അനുഭവത്തിരുന്നുകൊണ്ട് പാറയുടെ അനുഭവം എന്താണത്? വിട്ടുവീഴ്ചയുള്ള ഹൃദയം. ഇനി 3ാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, മുള്ളുകളുടെ ഇടയിൽ വീണു. മുള്ളുകളുടെ ഇടയിൽ എന്താ കുഴപ്പം? ഈ വയലില് മുള്ളല്ല വളർത്തേണ്ടത്. വയലില് നമ്മൾ പാകുന്നത് നെല്ലോ എന്താണെന്ന് അതിന് എന്താ പറയുക, അവിടെ ആ സ്ഥാനം വേറൊരാൾ കയറിയിരിക്കുക. ഒരു ഗുണമില്ലാത്ത മുള്ള് അല്ലെ? നമ്മളിപ്പോൾ ഒരു പുല്ല് പാകിയ കുറെ കളകളൊക്കെ വളർന്നു, നമ്മൾ ആ കളയൊക്കെ പറിച്ച് ദൂരെ കളയും. നിന്നെ വളർത്താനല്ല ഇവിടെ ഇത് പാകിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ വചനം വന്നു, വചനം ഫലം പുറപ്പെടുവിക്കേണ്ട സ്ഥലത്ത് വേറെ പലതും കയറിയിരിക്കുക. എന്തൊക്കെയാ അവിടെ കയറിയിരിക്കുന്നത്? അവിടെ വായിച്ചു സംസാര ഭോഗങ്ങൾ. അതൊക്കെ മലയാളത്തിൽ നിങ്ങൾക്ക് എത്ര വർഷം മനസ്സിലാവും എനിക്കറിയാം. സംസാരം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ മോഹങ്ങൾ. പച്ചയായ മലയാളത്തിൽ പറഞ്ഞാൽ വയറ്റിപ്പിഴപ്പ്, ഉപജീവനമാണ്. നാളെ എങ്ങനെ തിന്നും, നാളെ എങ്ങനെ ഉറങ്ങും, നാളെ എവിടെ പോയി ജീവിക്കും, ആ കടം എങ്ങനെ കൊടുത്തു തീർക്കും. ഇതെല്ലാമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും എങ്കിൽ
ഈ പറയുന്ന നിത്യതയിൽ എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കണം, ഇതൊന്നും ഒരു വലിയ വിലയൊന്നും കാണും. അപ്പോഴാണ് ചില പ്രസംഗകർ വന്നിട്ട് ഞാൻ ആ സുബലോലുപതകളെ കുറിച്ച് തന്നെ അങ്ങ് പ്രസംഗിച്ചേക്കാം അല്ലെ. ചില സഭകളിൽ അതാണ് പ്രസംഗം, നിങ്ങൾ ഉപജീവനത്തെ കുറിച്ച് അതിനെക്കുറിച്ച് അങ്ങ് പ്രസംഗിച്ചേക്കാം. എടാ, മുള്ളു വളർത്താൻ അവനൊക്കെ വരുന്നത്. അപ്പൊ മുള്ളിനെ വെട്ടിയിട്ട് നല്ല വിത്ത് പാകണം അവിടെ. അപ്പൊ എന്തുവാണ് ആ ഹൃദയം? അത് ഡിസ്ട്രാക്റ്റഡ് ഹാർട്ടാണ്, അശ്രദ്ധയുള്ള ഹൃദയം. യേശു ക്രിസ്തുവിന്റെ വചനത്താൽ എനിക്ക് വിശുദ്ധീകരണം പ്രാപിക്കണം, ഞാൻ തേജസ്സുള്ള ആ കാന്തയായി മാറണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. എന്റെ ശ്രദ്ധ എവിടെയാണ്? പണം സമ്പാദിക്കണം, വീട്ടിലെ കടം മാറണം, ഇതൊക്കെ. അതൊന്നും വിഷയമാക്കരുതെന്നല്ല പറഞ്ഞു വരുന്നത്. അതല്ല എന്റെ ഹൃദയം, എന്റെ ജീവിത ലക്ഷ്യം. അതൊക്കെ ദൈവം നോക്കിക്കോളും. അതൊക്കെ വെറും ദൈവത്തിന്റെ കാലിലെ പൊടിയാണ് ആ കാര്യങ്ങളൊക്കെ. അതൊക്കെ ദൈവം നോക്കിക്കോളും. നമ്മുടെ ഹൃദയത്തിലെ വിഷയം എന്താണ്? ഞാൻ ശിഷ്യനായിട്ട് വളരണം. അപ്പൊ ഇതിലൊക്കെ ഞാൻ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഉള്ളിലെ വചനം എന്തായിരിക്കും? മുള്ളിനിടെ പാകിയ വിത്ത് പോലെ ആയിപ്പോകും. അപ്പൊ കണ്ടോ, ഹൃദയം വ്യതിചലിച്ച് അശ്രദ്ധയുള്ള ഹൃദയമാകരുത്. അപ്പൊ എന്തൊക്കെയാണ്? ഒരുക്കപ്പെടാത്ത ഹൃദയം, വിട്ടുവീഴ്ചയുള്ള ഹൃദയം, അശ്രദ്ധയുള്ള ഹൃദയം. അവസാനമാണ് പറഞ്ഞിരിക്കുന്നത് നല്ല ഹൃദയം, നല്ല നിലം പോലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ കിളച്ച് മറിച്ച് മാനസാന്തരപ്പെട്ട് വചനം കേട്ട് വളരുവാൻ വേണ്ടി ഒരുക്കത്തോടെ കടന്നു വന്ന് വിട്ടുവീഴ്ച ഒന്നും ചെയ്യാൻ തയ്യാറല്ലാതെ പാപത്തോട് മല്ലയുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വരുന്ന മൃദുലമായ ഹൃദയം. അവിടെ വേറൊന്നും ഞാൻ വളർത്തത്തില്ല. ഞാൻ വചനമായിട്ട് അടുത്ത് വരുന്നത് എൻ്റെ ജീവിതമാർഗം, എൻ്റെ വയറ്റിപ്പഴുപ്പ്, എൻ്റെ ഉപജീവന മാർഗത്തിനൊക്കെ എന്തെങ്കിലും ദൈവം വല്ല വളഞ്ഞ വഴി പറഞ്ഞു തരുമോ? അതിനൊന്നും അല്ല ഞാൻ വചനമായിട്ട് വരുന്നത്. അതിനൊന്നും അല്ല ഞാൻ പ്രസംഗം കേൾക്കാൻ വരുന്നത്. ഞാൻ പ്രസംഗിക്കാൻ വരുന്നത് എനിക്ക് ക്രിസ്തുവിനെ പോലെ വളരണം, എനിക്ക് എൻ്റെ യേശുവിനെ പോലെ ആയി തീരണം. ആ ഉദ്ദേശത്തോടെ കടന്നു വരുന്നതാണ് നല്ല ഹൃദയം. ആ ഹൃദയം എന്ത് ചെയ്യുന്നു? ക്ഷമയോടെ കാത്തിരുന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. പരീക്ഷ കടന്നു വരുമ്പോൾ സഹിക്കും. ഞാൻ കേട്ട വചനത്തോട് ഞാൻ നീതി പുലർത്തും, ഞാൻ അവനോട് ഉടമ്പടി കാത്തു സൂക്ഷിക്കും, ഞാൻ അവൻ പറഞ്ഞതിനോട് വിശ്വസ്തത പാലിക്കും. എത്ര പ്രലോഭനം വന്നാലും ഞാൻ ആ വചനം അനുസരിക്കും. അതാണ് നല്ല ഹൃദയം. അവിടെ എന്ത് സംഭവിക്കത്തുള്ളൂ? ഫലം വരത്തും. അപ്പൊ കണ്ടോ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇവിടെ വന്നിരുന്ന് പായിന് കുറച്ച് ചൂടും കൊടുത്ത് ഒരു മെസ്സേജും കേട്ടങ്ങ് പോയാൽ മതി എന്നാ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളെ കുറിച്ചല്ല ഞാൻ പൊതുവായിട്ട് പറയാം അല്ലേ. ഒരു മെസ്സേജ് ഒക്കെ അങ്ങ് കേട്ടാൽ മതി. ഇല്ല, നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ഹൃദയം, എനിക്കൊന്നും നിങ്ങളുടെ ഹൃദയത്തെ എന്താ പറയുക, കിളയ്ക്കാനും മറിക്കാനും ഒന്നും പറ്റത്തില്ല. പറഞ്ഞു തരാൻ പറ്റും, നിങ്ങളായതെല്ലാം ചെയ്യേണ്ടത്. കണ്ടോ, ഇപ്പൊ വചനത്തോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? പരീശന്മാരെ പോലെ വചനം പഠിക്കരുത്. പാണ്ഡിത്യമല്ല നമ്മുടെ ലക്ഷ്യം, അറിവല്ല നമ്മുടെ ലക്ഷ്യം, അടുപ്പമാണ് നമ്മുടെ ലക്ഷ്യം. കർത്താവിനോട് അടുത്ത് വേണം. രണ്ടാമതായിട്ട് ഒരുക്കമുള്ള ഹൃദയമായിരിക്കണം. വിട്ടുവീഴ്ചകളിൽ വീണു പോകുന്ന ഹൃദയമാകരുത്. മറ്റ് താല്പര്യങ്ങൾ, ലോകത്തിന്റെ താല്പര്യങ്ങൾ, ലൗകികതയിൽ മുഴുകിക്കൊണ്ട് നമ്മൾ കടന്നു വരില്ല. ഭക്തിയോടെ കടന്നു വരണം, നല്ല ഹൃദയത്തോടെ കടന്നു. ഇങ്ങനെയൊക്കെ കടന്നു വരികയാണെങ്കിൽ നമ്മൾ എഫീഷ്യർ 5 വായിച്ചതുപോലെ കർത്താവ് കാന്തയെ ശുദ്ധീകരിക്കും. അപ്പൊ നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണം, എനിക്ക് നിന്നെ പോലെ രൂപാന്തരപ്പെടണം. ഇപ്പോൾ നമുക്ക് വചന ശുശ്രൂഷ അവസാനിക്കുക. എന്താ എല്ലാ ദിവസവും നിങ്ങൾ നാളെ മുതൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്താ പ്രാർത്ഥിക്കണ്ടേ? രക്തത്താൽ എന്നെ കഴുകിയാക്കണം. എന്റെ മനസാക്ഷിയിൽ എല്ലാ പാപത്തിന്റെ കുറ്റബോധവും ശിക്ഷാവിധിയെ കുറിച്ചുള്ള ഭയമെല്ലാം നീങ്ങി സമാധാനം, പരിപൂർണ സമാധാനവും പ്രാഗൽഭ്യവും കടന്നു വന്ന് എനിക്ക് ജീവനുള്ള ദൈവത്തെ എപ്പോഴും ആരാധിക്കുവാൻ കഴിയണം. ആ രീതിയിലുള്ളൊരു വിടുതൽ എനിക്ക് രക്തത്താൽ നൽകണം. രണ്ടാമതായിട്ട് ആത്മാവിനാൽ എന്നെ നിറച്ചാട്ടെ. എന്തിനാ? കർത്താവ് വന്ന് എന്നിൽ വസിക്കണം. അവന്റെ ജീവൻ എൻ്റെ കൈകളിലും കാലുകളിലും അതിരങ്ങളിലും ഒക്കെ വ്യാപരിച്ച് പാപം ചെയ്യാതെ ജീവിക്കുവാൻ പറ്റണം. മൂന്നാമതായിട്ട് വചനം എന്നെ ശുദ്ധീകരിക്കണം. അവന്റെ അനുരൂപതയിൽ ഞാൻ വളരണം. അപ്പോൾ രക്തത്താൽ എന്നെ കഴുകണമേ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കേട്ട വചനം, ഒരുപാട് കാര്യങ്ങൾ കേട്ടെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം കർത്താവ് നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും. ആ വിഷയം ഓർത്ത് ദൈവത്തോട് നമ്മൾ പ്രതികരിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ യോഗം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനയല്ല. എന്നോട് ദൈവം സംസാരിച്ച വിഷയം എന്താണോ അതിനോട് ഞാൻ പ്രതികരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് പ്രാർത്ഥന. പലതും വീട്ടിൽ പോയി തുടർന്ന് ചെയ്യേണ്ടതായിരിക്കും. എന്നാലും ഇപ്പോൾ തന്നെ ആ വചനത്തോട്, ആ വചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ എന്നോട് സംസാരിച്ചതിന് നന്ദി, ഈ വിഷയത്തിൽ ഞാൻ ക്രമീകരണങ്ങൾ വരുത്താം എന്നൊരു ഏറ്റുപറച്ചൽ, ഒരു സമർപ്പണം, ഒരു പ്രതിബദ്ധതയോടെ നമുക്ക് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാനമായി കർത്താവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ രക്ഷയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക്
നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഒരു പ്രാഗൽഭ്യവുമില്ല. ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പോലും ഒരു പ്രാഗൽഭ്യമില്ല. അവിടെയാണ് കർത്താവെ നീ നിന്റെ സ്വന്തം പുത്രനെ അയച്ച് അവന്റെ സ്വന്തം രക്തം ചീന്തി നിന്റെ സ്വന്തം മക്കളാക്കി നിന്റെ അതേ ആത്മാവിനാൽ നിറച്ച് നിന്നെ ദൈവമെന്നല്ല അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഒന്നിപ്പിച്ചല്ലോ കർത്താവേ, വീണ്ടെടുത്തല്ലോ കർത്താവേ. ആ രക്ഷയുടെ ആ വലിയ ശ്രേഷ്ഠ ദാനത്തെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ മനസാക്ഷികളെ എല്ലാ കർത്താവെ കുറ്റബോധത്തിൽ നിന്നും നിർജീവ പ്രവർത്തികളിൽ നിന്നും പോക്കി ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ പ്രാഗൽഭ്യം പകർന്നു നൽകുന്ന ക്രിസ്തയേശുവിന്റെ പുണ്യാഹ രക്തത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദിനം പ്രതി ആ രക്തത്താൽ ഞങ്ങളെ കഴുകിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പോലും ഞങ്ങൾ ചെയ്തു പോയ ഏതെങ്കിലും ഒരു പാപം നിമിത്തം നിന്നിൽ നകന്നു ജീവിക്കുവാൻ ഇടയാകരുതേ കർത്താവെ. ഈ രക്തം ഞങ്ങൾക്കായി ചൊരിഞ്ഞിരിക്കുമ്പോൾ പാപത്തെ ചൊല്ലി കർത്താവെ നിന്നിൽ നകന്നു ജീവിക്കുവാൻ ഇടയാകരുതേ കർത്താവെ. കടന്നു വന്നിരിക്കുന്ന സകലരും കർത്താവ് എപ്പോഴും കർത്താവിനോട് ചേർന്ന് ആ സംസർഗത്തിൽ ജീവിക്കുവാൻ നീ അവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, പ്രാപ്തിയുള്ളവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ കർത്താവ്. ആത്മാവിനെ തന്നിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. പരിശുദ്ധാത്മാവെന്ന വലിയ ദാനത്തിനായിട്ട് ക്രിസ്തയേശു ഞങ്ങൾക്കായി മരിച്ച് അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് ആത്മാവിനെ ലഭിക്കുമെന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവ് ഈ ആത്മാവെന്ന ദാനത്തിനായിട്ട് ഈ വലിയ കർത്താവ് നിക്ഷേപത്തിനായിട്ട് ഇതിനെ സ്തുതിക്കുന്നു. ആത്മാവിന്റെ പ്രമാണമായ ക്രിസ്തയേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരങ്ങളിൽ വ്യാപരിച്ച് കർത്താവ് ഇന്നേ വരെ ഞങ്ങൾക്ക് പാപത്തിന്റെ മേൽ കഴിയാത്ത ജയങ്ങൾ ഉളവാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പ്രായോഗിക ജീവിതത്തിൽ അനുഭവമാക്കി മാറ്റണമേ കർത്താവ്. ഈ കേട്ട പ്രസംഗം അനുഭവമായി മാറണം കർത്താവ്. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവെ. വചനത്താൽ ശുദ്ധീകരിക്കണമേ. വചനത്തോട് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ശരിയായ ദിശയിൽ ശരിയായ സമീപനത്തിൽ മാനസാന്തരത്തിനും വിധേയപ്പെടുവാനുമായി കടന്നു വരണമേ കർത്താവ്. പരീക്ഷന്മാരെ പോലെ അറിവ് സമ്പാദിക്കുവാൻ ഞങ്ങൾ ചുമ്മാ അറിവ് സമ്പാദിക്കുവാൻ കടന്നു വരുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരപ്പെടുവാനും രൂപാന്തരം പ്രാപിക്കുവാനും വിധേയപ്പെടുവാനുമായുള്ള ഒരുക്കത്തോടെ കടന്നു വരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ നല്ല നിലങ്ങളായി കർത്താവെ കിളച്ചു മറിച്ച് ഒരുക്കപ്പെട്ട ഹൃദയങ്ങളായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേട്ട വചനം കർത്താവെ ഈ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിത്ത് പാകിയത് കർത്താവെ ദുഷ്ടനും എടുത്തുകൊണ്ട് പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ദേശത്ത് ഈ സഭ ഒരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.